ഓക്കെ, അപ്പോ നമ്മളുടെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് കുറച്ച് പേടിയുണ്ട്. ബാക്കിയുള്ളവർക്ക് പേടിയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പിന്നെ ഉണ്ടോ പേടിയുണ്ടോ? എങ്ങനെ ഇവിടെ എത്ര പേർക്ക് പേടിയുണ്ട് ഇവിടെ പോകാനായിട്ട്? ഒരാളേ ഉള്ളൂ, 2 പേര് 3 പേര്, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഏഞ്ചൽ മേരി. ഇല്ല അതുകൊണ്ടൊന്നല്ല പേടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്ന് വൺസ് ടോക്സിൻ്റെ സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ് 2025 ലോഞ്ചിങ് ഇവൻറ്റിനോടനുബന്ധിച്ചാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരുപാട് സിനിമാ താരങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി സ്നേഹമുള്ള നമ്മളുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ നമ്മൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രമുഖരായ നടന്മാർ ടി ചേട്ടൻ, നാദിർഷിക്ക, ബാബു ചേട്ടൻ, ബാബുരാജ് ചേട്ടൻ, സമതക്ക തുടങ്ങി ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യണം. അപ്പം നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പം തുടങ്ങുന്നതിന് മുന്നേ ഒരു എനർജി കണ്ടോ നമുക്ക്? എല്ലാവരും കൂടെ ഒന്ന് കൈയടിക്കാമോ? എല്ലാവരും കൂടെ ചേർന്ന് ഒരു അടിപൊളി കൈയടി. എനിക്ക് തോന്നുന്നു പൊതുവെ കൈയടിക്കാൻ പറഞ്ഞ സമയത്ത് ഇവിടെ നിന്നും അവിടെ നിന്നും നല്ലൊരു കൈയടി വന്നു. പക്ഷെ കുറച്ച് പേർക്ക് കൈയടിക്കാൻ കുറച്ച് മടിയുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എനർജി ആയിട്ട് നമ്മൾ കൂവി അങ്ങ് തുടങ്ങാം. അതാവുമ്പോൾ ഒരാളെ നമ്മൾ നോക്കത്തില്ല, നമുക്ക് ഫുൾ എനർജി ആവട്ടെ. എല്ലാവരും കൂടെ ഒന്ന് ഉറക്കി അങ്ങ് കൂവിക്കുക, നമ്മുടെ മൊത്തം എനർജി എടുത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. എനിവേ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് തുടങ്ങാൻ പോവാണ്. ആൻഡ് ഒഫീഷ്യലി ഇന്ന് ഇവിടെ ഈ ചടങ്ങിന് വേണ്ടി എത്തിച്ചേർന്നുള്ള എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മളുടെ മീഡിയ സുഹൃത്തുക്കൾ അതുപോലെ ഒരുപാട് പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ആൻഡ് ഐ തിങ്ക് എൻ്റെ ഒഫീഷ്യലി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനും അറിയാനും ഒക്കെ ആയിട്ട് വൺ മോർ ആങ്കറസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. സോ ലെറ്റ് മീ വെൽക്കം ക്ലാസിക് ഗ്രൂപ്പ്സ് ആൻഡ് ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലാസിക് ഇമ്പീരിയൽ IRS ക്ലാസ് സീ ഗോയിങ് വെസലിലേക്ക് ഹാർദമായ സ്വാഗതം. സാധാരണ കൈയടിക്കാറുണ്ട്. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ എന്തായാലും കുറച്ച് മണിക്കൂർ നമ്മൾ എല്ലാവരും ഇവിടെ തന്നെ അടിച്ച് പൊളിച്ച് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഡാൻസ് പെർഫോമൻസ് ഒന്ന് കാണാം. അതിനുശേഷം ബാക്ക് സൈഡിൽ നിന്നാണ് എൻട്രി വരുന്നത് കേട്ടോ. ക്യാമറ പ്രശ്നം ഉണ്ടാവും, അതിലാണ് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് ഡാൻസേഴ്സിന്റെ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാൻ നല്ലൊരു കൈഡി കൊടുക്കാം. ടീം താണ്ടോ പ്ലീസ് വെൽക്കം. Gotta stay alive, I will survive. One love, for the city streets. One love, for the hip hop beats. One love, I want to believe. One love is all we need.
എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് നല്ലൊരു മെലഡി സോങ് ആണ് പാടുന്നത്.
ചിരിയാലെനി പ്രിയ സമ്മതം മോളുമോ മനകാരിൽ അഴുകി ഇണയാവാൻ പോരുമോ കാലമാകുന്നതോടെ നമ്മളിന്നിതാ ചേരവേ നീട്ടുന്നൊരായിരം ജാലമെന്നിലെന്നാകവേ പവിഴ മഴയേ നീ പെയ്യുമോ തിങ്ങിവരേ വെൺപണിമതിലെ മലമൊഴി മലനിലെ നാളികളെ എൻ കനവുകളിലെ താരകങ്ങളെ കാണുവാൻ കാക്കുക Thank you. സോ ഭാഗ്യരാജ് താങ്ക് യു വെരി മച്ച്. ആൻഡ് ഭാഗ്യരാജിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെലഡി സോങ് ആണ് നമ്മൾ കേട്ടത്. ആൻഡ് അടുത്തതായിട്ട് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്താ പറയുക, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇന്ന ഒരാളുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അദ്ദേഹത്തിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഓർമ്മയുണ്ട്. അപ്പോൾ മനസ്സിലായി ഞാൻ വിളിക്കാൻ പോകുന്ന സമുദ്രക്കാരാണ്. കാരണം ബിപിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും കൂടെ ഒരുമിച്ച് സംവിധാനം ചെയ്ത വെടിക്കെട്ടുന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് അദ്ദേഹം എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാരെ കയ്യിലെടുക്കാൻ ഭയങ്കര മിടുക്കുള്ളൊരു കലാകാരനാണ്. അപ്പോൾ അതേ കൈയടി, അതേ എനർജി, നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള കൈയടി സമ്മാനിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ സമുദ്രക്കാരൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ना जाने कोई कैसी है ये जिंदगानी जिंदगानी हमारी अधूरी कहानी ना जाने कोई कैसी है ये जिंदगानी जिंदगानी हमारी अधूरी कहानी बिगी बिगी ज़ेहरा बिगी बिगी याद बिगी बिगी बात बिगी बिगी तो मैं कैसी कभी है आहा हा हा हंसाया पल पे रुलाया फिर भी है कैसी कभी है आहा जाने कोई कैसी है ये जिंदगानी जिंदगानी हमारी अधूरी कहानी जाने कोई कैसी है ये जिंदगानी जिंदगानी हमारी अधूरी कहानी झूठा झूठा सब झूठा झूठा दिल तेरा तेरा अब कैसे हो जीना झूठा झूठा सब झूठा झूठा दिल तेरा तेरा अब कैसे हो जीना ना जाने कोई कैसी है ये जिंदगानी जिंदगानी हमारी अधूरी कहानी ना जाने कोई कैसी है ये जिंदगानी हमारी अधूरी कहानी ना जाने कोई बेचैनी कोई
हमारी अधूरी कहानी ना 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 na 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 yeah 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 हमारी अधूरी कहानी ഇനി ഇവന്റെ അപ്പനെ ഞാൻ വിളിക്കാം. അതായത് ഇതിന്റെ അപ്പുറം പാടുന്നുണ്ട്. അടുത്ത തലമുറയാണ്. ഇവനെ കണ്ടാൽ പറയൂല, ഇവനൊരു വലിയ ഡബിൾ ആയിട്ടുള്ള ഒരു മകനുണ്ട്. പുതിയ തലമുറയിലേക്ക് നമ്മൾ കടത്തി വിടുകയാണ്. അദ്ദേഹം ഒന്നും വിളിക്കണ്ടല്ലേ. അപ്പുവിന്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ കൂടുതലും ഇൻസ്റ്റയിൽ പാടിയാണ് ഇടുന്നത്. പക്ഷേ ഇപ്പോൾ വേദികളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പൊ ഈ അപ്പനെ വിളിക്കുന്നു. ഈ അപ്പന്റെ തലതൊട്ടപ്പൻ ഫ്രണ്ടിലുണ്ട് നാളെ രക്ഷിക്കാം. അപ്പൊ കുടുംബ സമ്മേളനമുണ്ട്. അല്ലാതെ ഒരു അമേസിങ് സിംഗറാണ്. അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള പാട്ട് നീ പാടുക. നിനക്ക് കോൺഫിഡൻസ് ഉള്ള പാട്ട് നീ പാടുക. യെസ്, താങ്ക് യു ടിൻ ചേട്ടാ. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആണ്. എല്ലാവരും എൻ്റെ ഉപ്പിച്ചിട്ടുണ്ട് ഉപ്പ. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു മെലഡി ഞാൻ പാടിത്തരാം. ഓക്കെ. തമ്പീരാണ്ണോയമ്പ് നുണയായിരിക്കേണോ അലങ്കാരമണ്ഡമാദരിച്ചു കാട്ടേണോ അഴകുള്ള ചേലയും കിട്ടിയുടുത്തുലേ സോ അപ്പുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ടിനിച്ചേട്ടൻ പറഞ്ഞു. ആൻഡ് അപ്പു ഇസ് എൻ അമേസിങ് റാപ്പർ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റാപ്പ് സോങ് പാടുന്നത് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടിരിക്കും. ആൻഡ് അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇവിടെ അപ്പു നിന്ന് പാടുമ്പോൾ നാദൃശ്യക്കയുടെ കണ്ണോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി 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 നിൽക്കണ്ടായിരുന്നു. അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.
സോ വൺ ടു ടോക്ക് സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ് 2025-ന്റെ ലോഞ്ചിങ് സെറമണിയിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. താരങ്ങളെയും താരവിജയങ്ങളെയും ആഘോഷമാക്കി ചെയ്യുന്ന ഒരു അടിപൊളി നൈറ്റിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. സോ അംഗീകാരങ്ങൾക്ക് ഒരു പുതിയ തിരശ്ശീല ഉയരുകയാണ് ഇന്ന് ഇവിടെ ഈ ലോഞ്ചിങ് സെറമണിയിലൂടെ. ഒരു വലിയ ആഘോഷത്തിന് ആദ്യ മുഹൂർത്തം കുറിക്കുവാൻ തുടങ്ങുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. So on behalf of One to Talks, I would like to welcome each and every one of you to be gathered here. ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നത്. നമുക്ക് കൈയടിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, അപ്പൊ നമ്മൾ തന്നെ കൈയടിക്കും അല്ലെ. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി സമ്മാനിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വേദിയിലേക്ക് ഒത്തിരി ബഹുമാനത്തോടു കൂടി തന്നെ ഒരു ഷോ നടക്കണമെങ്കിൽ തീർച്ചയായും അതിനൊരു ഷോ ഡയറക്ടർ ഉണ്ടാവും. മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും എല്ലാം പ്രേക്ഷകർക്ക് ഒരുപോലെ സുപരിചിതനായ, അതുപോലെ തന്നെ വേദിയിലെത്തുമ്പോൾ ചിരി പടർത്തുകയും ചെയ്യുന്ന ഏത് മലയാളം ഷോ എടുത്ത് നോക്കിയാലും അതിന്റെ അമരക്കാരനായിട്ട് അതിന്റെ മുൻപിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ബഹുമാന്യനായ ശ്രീ ഇടവേള ബാബു, അദ്ദേഹത്തെ നിറഞ്ഞൊരു കൈയടിയോട് കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ ഇടവേള ബാബു ഓൺ സ്റ്റേജ്. ഇടവേള ബാബു ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഷോ ഡയറക്ടർ. ആൻഡ് അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ആദ്യമൊക്കെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ കടന്നു വന്ന് പിന്നീട് വ്യത്യസ്തങ്ങളായ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സ്വന്തമായ ഒരു സാന്നിധ്യം മലയാള സിനിമയിൽ ഉറപ്പിച്ച ഏറ്റവും പ്രിയപ്പെട്ട പ്രശസ്ത നടൻ ഡയറക്ടർ. I would like to welcome ശ്രീ ബാബുരാജ് സർ. ഒത്തിരി സ്നേഹത്തോടെ കൂടെ തന്നെ ശ്രീ ബാബുരാജിന്റെ വേദിയിലേക്ക് നല്ലൊരു കൈയോട് കൂടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മളുടെ ഈ ഒരു സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ് 2025-ന് ഒരു ജൂറി പാനൽ, നമുക്കറിയാം ഏത് അവാർഡ്സ് എടുക്കുമ്പോഴും ഒരു ജൂറി പാനൽ എന്ന് പറയുന്നത് അവിഭാജ്യമായ ഘടകം തന്നെയാണ്. സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു അവാർഡ് ലോഞ്ചിങ് സെറമണിയിലേക്ക് കടക്കുമ്പോൾ ജൂറി മെമ്പേഴ്സ് ആയിട്ടുള്ള 4 പേരാണ്. ജൂറി പാനൽസിന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ശ്രീ സോഹൻ സിനുലാൽ, ശ്രീ സംഗീത്, ശ്രീ മെറ്റ്വാർട്ടിൻ സർ, ശ്രീ ജിബു ജേക്കബ്, ഇവര് 4 പേരുമാണ്. ആൻഡ് ഇന്ന് ഇവിടെ ഈ ലോഞ്ചിങ് സെറമണിയിലേക്ക് തന്റേതായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത് 2 ജൂറീസ് ആണ്. വേദിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു സ്വാഭാവികമായ അഭിനയത്തിലൂടെയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ നടനും സംവിധായകനുമായി തന്റെ കഴിവ് തെളിയിച്ച പ്രശസ്ത കലാകാരൻ ശ്രീ സോഹൻ സിനുലാൽ. നല്ലൊരു കൈയോടുകൂടി സ്വാഗതം ചെയ്യാം. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ജൂറി പാനലിലെ അടുത്ത ബന്ധയാണ്. മലയാള സിനിമയിൽ ദൃശ്യഭാഷയ്ക്ക് പ്രത്യേക തുടക്കം നൽകി സിനിമോട്ടോഗ്രാഫറായി തുടക്കം കുറിച്ച് പിന്നീട് സംവിധായകനായി തന്റെ കഴിവ് തെളിയിച്ച പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകൻ. ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ജിബു ജേക്കബ്. നല്ല കഴിവ് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ നമ്മളുടെ എത്തിച്ചേരാത്ത 2 ജൂറീസ് ഉണ്ട്, അവരെ വേദിയിൽ സ്പെഷ്യലി മെൻഷൻ ചെയ്യുകയാണ്. ആൻഡ് വൺ ടു ടോക്സിന്റെ അവരക്കാരനെയാണ് അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല. അവതരണത്തിലൂടെയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലൂടെയും പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹൈദരലി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. So once again, officially, One to Talk Star and Success Award 2025 launching ഇവന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികൾക്കും ഒഫീഷ്യലി സ്വാഗതം ആശംസിക്കുന്നതിനും എന്താണ് ഇന്നിവിടെ നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന വ്യക്തമായൊരു ധാരണ നമുക്ക് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ അലീഖിനെ ആദ്യം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സ്പീച്ച് ആൻഡ് ഇൻട്രൊഡക്ഷൻ. അലീഖ പാടുന്നുണ്ട്. നമസ്കാരം. വളരെ ഒരു സ്വപ്ന പദ്ധതിക്കാണ് ഞങ്ങൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. എൻ്റെ ഒരു യാത്ര 25 വർഷം പൂർത്തീകരിക്കുന്നു മീഡിയ രംഗത്ത്. ഇന്ത്യ വിഷനിൽ നിന്നും ജീവിതം ആരംഭിച്ച് ഇപ്പോൾ വൺ ടു ടോക്സിൽ എത്തി നിൽക്കുന്ന ഒരു ജീവിതമാണ്. ഇന്ത്യ വിഷനിൽ ക്യാമറമാനായി തൊടുപുഴയിൽ നിന്നും തുടങ്ങി. തൊടുപുഴയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ ബെന്നി പുഷ്പയെ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുന്നത്. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് തൊടുപുഴയിൽ ഈ TV എന്നൊരു സംരംഭം തുടങ്ങി.
പിന്നീട് ഇന്ത്യ വർഷത്തിൽ 2003 ക്യാമറാമാനായി, പിന്നീട് സൂര്യ ടിവിയിലും റിപ്പോർട്ടിലും പ്രവർത്തിച്ച് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്വപ്നമായ വൺ ടു ടോക്സിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു അവാർഡിനെ കുറിച്ച് ആദ്യം ഞാനുമായിട്ട് സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബാബുരാജ് ചേർന്നായിരുന്നു. കാരണം അമ്മയുമായിട്ട് അത്ര ബന്ധത്തിൽ കുടുംബസംഘമൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു അവാർഡ് ഷോ നടത്തിക്കൂടെ എന്നോട് ചോദിച്ചിരുന്നു. പിന്നീട് അത് ഇത്രയും വളർന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്ന ഒപ്ര ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ് നമ്മുടെ തുടക്കം. എന്നോടൊപ്പം എനിക്കെന്നും ബലമായി അവർക്കെന്നും ബലമായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട 3 സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരെ ഒന്ന് ഷെയറിലേക്ക് ഇപ്പോൾ ക്ഷണിക്കുകയാണ്. അവരെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പ്രിയപ്പെട്ട ഉസ്മാൻ, ജയൻ, അഖിൽ, ഈ 3 പേരെയും ഞാൻ ഒന്ന് ഷെയറിലേക്ക് ക്ഷണിക്കാൻ നിങ്ങളൊന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഇവർ തുടങ്ങി വെച്ച ഒരു സ്വപ്നമായിരുന്നു ഒപ്ര എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗം. ഇവിടെ നിന്നുമാണ് ഞാൻ 2 വർഷം മുമ്പ് അവിടെ എത്തി. പിന്നീട് ഒരു ചാനൽ എന്നൊരു സ്വപ്നത്തിലേക്ക് ഞങ്ങൾ മാറിയത്. അങ്ങനെ നമ്മളൊരു ചാനൽ വൺ ടു ടോക്സ് എന്നൊരു ചാനൽ നമ്മൾ ആരംഭിക്കുകയും അതിന്റെ ഒരു അവാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾ വിളിച്ചത്. എന്തായാലും ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് സംസാരിക്കുന്നത് ബാബുചേട്ടൻ സംസാരിച്ചു. അതേ ഇടവേള ബാബുചേട്ടനിലേക്ക് നമ്മൾ എത്തി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളെ സതീഷും വർക്കിയും ഇവർ 2 പേരും ഞങ്ങളോടൊപ്പം നിന്ന് യാത്ര ചെയ്താണ് ഇതിനൊരു തുടക്കം കുറിക്കുന്നത്. പിന്നീട് സോഹനിലേക്ക് നമ്മൾ എത്തുന്നു. സോഹനിലേക്ക് പറഞ്ഞ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയിലേക്ക് കൂടെ നിൽക്കണം. അതിനുശേഷം സോഹൻ ജൂറി അംഗങ്ങളെ എല്ലാം കണ്ടെത്തി. ഈ പരിപാടി എല്ലാം ആസ്വദിച്ചു. ഞാൻ പിന്നീട് എത്തുന്നത് നാദിഷക്കയുടെ അടുത്തും ടിനി ടോമിന്റെ അടുത്തും നമ്മുടെ കൈലാഷിന്റെ അടുത്തുമൊക്കെയാണ് ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം ഇവരൊക്കെയാണ് എന്റെ ഒരു വളർച്ചയിൽ സന്തോഷിക്കുന്നതും എനിക്കൊരു വീഴ്ച ഉണ്ടായാൽ കൈപിടിച്ച് ഒരുക്കുന്നതും ഇവരൊക്കെയാണ്. ആ സുഹൃത്തുക്കൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പൊ ഇവരുടെ ഒരു സാന്നിധ്യം എനിക്ക് വേണമെന്ന് നിർബന്ധമായി പറഞ്ഞു. എന്ത് തിരക്കുണ്ടെങ്കിലും വരാം. കാരണം അമ്മയുടെ കുടുംബസംഗമം നടക്കുന്ന ഒരു വേദിയിൽ നിന്നാണ്, അതിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്നാണ് വരുന്നത്. അതിനുശേഷം ഞാൻ സമതനെ വിളിക്കുന്നു, സുധീറിനെ വിളിക്കുന്നു. എനിക്ക് വേണ്ടപ്പെട്ട കുറെ താരങ്ങൾ പ്രിയങ്കയും ഗീതയും നിയയും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. കുറെ പേര് വരാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറയുന്നത് വെയിറ്റ് ചെയ്ത് നമ്മളൊരു ഷിപ്പിലാണ്. ഷിപ്പ് എടുക്കുന്ന സമയം ബ്ലോക്കിൽപ്പെട്ട ആളുകളോട് എന്നെ വിളിച്ചു. പക്ഷെ നമുക്ക് എടുക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ എല്ലാം കണ്ടതിന് ശേഷമാണ് ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയത്. എന്റെ എന്ത് പ്രോഗ്രാമിന് സ്പോൺസർഷിപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ എന്നും താങ്ങായിരിക്കുന്ന മൈജി ആണ് നമ്മുടെ ഷോയുടെ ഒരു സ്പോൺസർ. അതോടൊപ്പം തന്നെ എനിക്കെന്നും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒന്ന് കോഡ് ചെയ്താൽ ഡി ഗ്രൂപ്പിലെ ഡാർവിൻ ചേട്ടൻ നമ്മുടെ പ്രോഗ്രാമിന്റെ സ്പോൺസറാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഈ ഷിപ്പ് നമുക്കറിയാലോ. ഷിബായിനെ വിളിച്ച് ഞാൻ പറഞ്ഞു നമുക്കൊരു പ്രോഗ്രാം നടത്തണം, എങ്ങനെയാണെന്ന് ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാണ് ഡേറ്റ്, ആ ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിരുന്നെനിക്ക്. ഞാൻ പറഞ്ഞു ഇതാണ് ഡേറ്റ്. അപ്പം എന്നൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തേക്കാം. ഹൈദരാലിയുടെ ഒരു വളർച്ചയ്ക്ക് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഷിപ്പും നമ്മുടെ പൊലിക്കരെ പോയി ഫുഡ് കഴിക്കാത്ത ആരുമില്ല, ഫുഡും എല്ലാം നമ്മളോടൊപ്പം സഹകരിച്ച അവരെ ഓർക്കായിരിക്കുമല്ലോ. അവിടെ എത്തിച്ച എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഷാനവാസാണ്. മാധ്യമത്തിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ്. ഷാനുവാണ് എന്നെ അവിടെ എത്തിക്കുന്നത്. അങ്ങനെ കുറെ പേർ ഓർത്തെടുക്കാതെ എനിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രയും പേര് ഓർത്തത്. എന്തായാലും എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ എത്തുകയാണ്. ഈ പറഞ്ഞതുപോലെ വൺ ടു ടോക്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ അത് നടത്തേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകൾ പറയും, നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പറയും. അതിലേക്ക് എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവരും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അലിക്ക, താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മളുടെ ഷോ ഡയറക്ടർ ഏറ്റവും പ്രിയപ്പെട്ട ഇടവേള ബാബുചേട്ടൻ, അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. നമസ്കാരം. എൻ്റെ സിനിമ കുടുംബാംഗങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഇങ്ങനൊരു പത്രസമ്മേളനം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. കാരണം നമ്മൾ വൺ ടു ടോക്സിൻ്റെ ഈ ഫിലിം അവാർഡിൻ്റെ ചിന്തകളിൽ തന്നെ എല്ലാം വ്യത്യസ്തമായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവരണം എന്ന ആദ്യമേ ചർച്ചയിൽ ഹൈദരാലിയുമായിട്ടൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ പത്രസമ്മേളനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ പുതുമ തുടങ്ങാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ചിന്തയുണ്ടായത്. ഏതായാലും ഇങ്ങനൊരു ചിന്ത പ്രായോഗികമാക്കാൻ കഴിഞ്ഞതിൽ
ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒത്തുചേരാനും ഒരു സായാഹ്നം ഇത്രയും മനോഹരമായി നമുക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞതിന് ആദ്യം ജഗദീശനോട് നന്ദി പറയാം. പിന്നെ നമുക്ക് ഹൈദരാലിയോട് നന്ദി പറയാം. എന്തായാലും കേരളത്തിൽ ഒരു വർഷം 8 മുതൽ 10 ഫിലിം അവാർഡുകൾ വരെ ഉണ്ടായിരുന്ന കൊല്ലത്ത് ഞാനൊരു കൊല്ലം 8 ഫിലിം അവാർഡ് ഡയറക്റ്റ് ചെയ്ത സമയമുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഒന്നും നടന്നിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് മഴവിൽ മനോരമയുടെ വനിതയുടെ ഫിലിം അവാർഡാണ് ആകെ നടക്കുന്നത്. ബാക്കിയെല്ലാം കെട്ടടക്കിയ അവസ്ഥയിലാണ്. കാരണം പല കാരണങ്ങൾ അതിനുണ്ട്. കാരണം ഇതിന്റെ സാമ്പത്തിക ചെലവ്, സ്പോൺസർമാരുടെ അഭാവം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഫിലിം അവാർഡുകളുടെ കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് വൺ ടു ടോക്സ് വീണ്ടും ഒരു സിനിമ അവാർഡെന്ന് ചിന്ത വരുന്നത്. അപ്പൊ അതെങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ള ആലോചനയിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഫോർമുലകളിൽ നിന്ന് മാറിയുള്ള ഒരു സംപ്രേഷണ രീതിയായിരിക്കും നമ്മൾ ഇതിനെ അവലംബിക്കാൻ പോകുന്നത്. നമ്മൾ റീലുകളുടെ കാലത്താണ് ജീവിക്കുന്നത്. അപ്പൊ റീലുകളിൽ കൂടെ നമുക്ക് ഫിലിം അവാർഡുകൾ എങ്ങനെ അവതരിപ്പിക്കാം എന്ന ചിന്തയാണ് ഇതിന്റെ പിന്നിൽ ആദ്യം വന്നത്. അങ്ങനെ അതെല്ലാം ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇതുവരെ നമുക്ക് കൃത്യമായ ഒരു അവലോകനം നടത്താനും 184 സിനിമകൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതിൽ എത്ര സിനിമ നമ്മൾ കണ്ടു എന്ന് ആരും തീരുമാനിക്കും. കാരണം നമ്മളൊക്കെ സിനിമക്കാരാണ്. നമ്മൾ അതിൽ എത്ര സിനിമ കണ്ടു എന്ന് നോക്കിയാൽ ബാക്കി അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും. അങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മൾ പോകുമ്പോൾ അതിൽ നിന്നും ഏറ്റവും നല്ല 5 നോമിനേഷനുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എല്ലാ കാറ്റഗറിയും ഏകദേശം 17 അവാർഡുകളാണ് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നത്. ആ 17 അവാർഡുകളിൽ 5 അവാർഡ് നോമിനേഷനായിട്ടുള്ള തെരഞ്ഞെടുക്കുന്ന ജോലി തിരഞ്ഞെടുക്കുന്നത്. ഏതായാലും അത് വളരെ ഞാൻ കുറേ നോക്കി. കാരണം അതൊന്നും ഒരെണ്ണം പോലും തള്ളിക്കളയാൻ പറ്റാത്തവരും ജോലി തിരഞ്ഞെടുക്കേണ്ടതാണ് ഏറ്റവും അഭിനന്ദിക്കേണ്ടത്. അവരുടെ കഷ്ടപ്പാടിനെ നമ്മൾ കണ്ടു എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം അത്രയും അവരതിന് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതിൽ ഏറെ സന്തോഷം. ഏതായാലും അവാർഡ് നിശ്ചയം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ഡേറ്റ് പറയാൻ കഴിയാത്തത് എലക്ഷൻ എന്ന് അനൗൺസ് ചെയ്യും എന്നതിൻ്റെ ഒരു നിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇവിടെ കപ്പലിൽ കയറുന്നതിന് മുമ്പ് പോലും എന്നാണ് വരാൻ ചാൻസ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ ആദ്യ വാരം 2ാം വാരം എന്നാണ് ഇപ്പോൾ പറയുന്നത്. മുമ്പ് അങ്ങനെയായിരുന്നില്ല, വിഷു കഴിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരും ഏപ്രിൽ 2ാം വാരമായിരിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പ് വരിക എന്ന് പറയുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിലും നമ്മളെ ബാധിക്കാത്ത തരത്തിലുമായിരിക്കും ഇതിന്റെ ഡേറ്റ്. നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ളത് ഏപ്രിൽ 14 വിഷുവിന്റെ തലേ ദിവസം എറണാകുളത്ത് വെച്ചാണ് നടത്താനാണെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ ഔദ്യോഗികമായ ഒരു ഡേറ്റ് ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ തീയതിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കൃത്യമായ ഡേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും. പിന്നെ നമ്മളിതില് നമ്മളിൽ കൂടെ കടന്നുപോയ അല്ലെങ്കിൽ നമ്മൾ എന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന കുറേയേറെ പേര് ഓർക്കാനുള്ള ഒരു സന്ദർഭം കൂടി നമ്മൾ ഈ അവാർഡിനോട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ അവാർഡും ഇപ്പോൾ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു പെട്ടെന്ന് കാണാനില്ല എന്ന് മനസ്സിൽ കരുതുന്ന കുറേയേറെ പേരിലാണെന്നുള്ള അവാർഡ്. അത് ഇതിൻ്റെ ഒരു പുതുമയായിട്ട് വയ്ക്കുന്നു. കാരണം എല്ലാ വർഷവും നമ്മൾ അതാത് കാലങ്ങളിൽ സ്മരിക്കേണ്ടവരെ സ്മരിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ അവാർഡുകളുടെ പേരുകൾ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ അവാർഡുകൾക്കും ഒരു നടന്റെയോ അല്ലെങ്കിൽ മറ്റേ പ്രൊഡ്യൂസറുടെയോ ഒക്കെ പേരിലായിരിക്കും നമ്മൾ അവാർഡുകൾ കൊടുക്കുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോഴുള്ള അവാർഡുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ സാധിക്കും. അവരുടെയൊക്കെ ഫാമിലികളെ നമ്മൾ അവാർഡ് ചെയ്ത് കൊണ്ടുവരാനും ശ്രമം നടത്തും. അതിന് പരമാവധി നമ്മളോടൊപ്പം സിനിമാ സംഘടനകളെല്ലാം ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെയും സഹായത്തോടു കൂടി ഇതിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നവരെല്ലാം അവരുടെ കുടുംബാംഗങ്ങളെയും കൂടി വേദിയിൽ കൊണ്ടുവരും. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ അവാർഡ് ദിശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവാർഡ് വാങ്ങാനും അവാർഡ് കൊടുക്കുക എന്നുള്ളൊരു വലിയ ചടങ്ങാണ്. കാരണം മണിക്കൂറുകളോളം നമ്മൾ ചിലക്കൊക്കെ ബോറടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആ ബോറടി മാറ്റാതെ പെട്ടെന്ന് തീർക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ അവാർഡ് ദിശ തീർക്കാനായിട്ട് 6 മണിക്കൂറും 8 മണിക്കൂറുള്ള പതിവ് രീതിയിൽ നിന്ന് മാറി വളരെ ക്രിസ്പായിട്ടുള്ളൊരു അവാർഡ് ദിശയായിരിക്കും എന്നും
ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ഏതായാലും എല്ലാ കാര്യങ്ങളും ഒത്തു വന്നിട്ടുണ്ട്. പിന്നെ ഹൈദരാലിയുടെ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. ഹൈദരാലി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാമാണ്. കാരണം ചില ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നത് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് പറയുകയും ഞാൻ ഹൈദരാലി ഭയങ്കര ഉടക്കായിരുന്നു. ഉടക്കായിരുന്നു എന്നെ പറ്റി പറയാവുന്നത് പറഞ്ഞു. പക്ഷേ അവിടുന്ന് മാറി 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 അത് നല്ല സൗഹൃദമായി മാറി. ഇപ്പൊ നമ്മുടെ ഒരു ഭാഗമാണ് ഹൈദരാലി. കാരണം അതങ്ങനെയാണ്. ചില വഴക്കുകളിൽ നിന്നാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. എനിക്ക് ആരോടും വഴക്കില്ല കേട്ടോ. ഞാൻ ആരോടും വഴക്ക് പാലിക്കാത്ത ഒരാളാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമാണ്. അതിനിടയ്ക്ക് നമ്മൾ വഴക്ക് പറയാതെ പോയിട്ട് എന്ത് നേടാൻ ഒന്നും നേടാനില്ല. അപ്പൊ അതുകൊണ്ട് ഹൈദരാലിയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോ ഹൈദരാലിന്ന് ശരിക്കും ഫോണിൽ വെല്ലടിക്കരുത്. എങ്ങനെയാണെന്ന് അറിയില്ല. അത് എനിക്ക് മാത്രമല്ല പലരും അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ ഹൈദരാലിയുടേതായ സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാറില്ല. പക്ഷെ ആ സ്പേസ് നമുക്കൊക്കെ അറിയും. അതാണ് ഹൈദരാലിയുടെ വിജയം. അത് തന്നെയാണ് 1-2 ടോക്സിന്റെ വിജയവും. കാരണം 1-2 ടോക്സിന്റെ ഉത്ഭവം മുതൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാറ്റം മുതൽ ഒക്കെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു സ്ഥാനം മലയാള സിനിമയിൽ നേടിയെടുക്കാൻ ഈ 1-2 ടോക്സും ഹൈദരാലിക്കും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള നല്ല വാക്കുകളോടെ, നല്ല വാക്കുകൾ കേൾക്കാനും നല്ല വാക്കുകൾ പറയാനും നല്ല വാക്കുകൾ മനസ്സിൽ നിന്ന് തുറന്നു പറയാനും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി കൂടുതൽ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഡോക്ടർ ജെറിനെ ക്ഷണിക്കുകയാണ്. പ്രിയങ്ക പറഞ്ഞതുപോലെ തന്നെ ഈ ആടുന്ന ഈ കപ്പലിൽ വളരെ രസകരമായ ഒരു ഒത്തുകൂടൽ വരുമ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ ആടിയാലും ആർക്കും സംശയം ഉണ്ടാവില്ല. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. എന്തായാലും ഈ പരിചിതമായ മുഖങ്ങളിൽ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം തുടങ്ങുന്നത് തന്നെ ഞാൻ ദിവസം ഈ ഞാൻ ഹൈദരാലിയായിട്ടുള്ള ഈ തല്ലുപിടുത്തങ്ങളുടെ ഇടയിൽ ഈ ഹൈദരാലിക്കുള്ളൊരു വലിയ കാര്യം പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതിനുവേണ്ടി 100% സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ കൂട്ടത്തില് ബാബുവിന്റെ കാര്യം പറഞ്ഞ പോലെ ബാബു ഇവരും തമ്മിൽ ഭയങ്കര ഉടക്കായിരുന്നു. ആ ഉടക്ക് ബാബുവിനറിയില്ല, അത് തീർത്തത് ഞാൻ ഒരു ദിവസം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഡയറക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇടവേള ബാബുവാണ്. ഞാൻ പറഞ്ഞു വെച്ചു. അപ്പോ എൻ്റെ അടുത്ത് വെച്ച് ഞാൻ പറഞ്ഞ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഷോ ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടി സിൻസിയറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അമ്മയുടെ പല കാര്യങ്ങളിലും ഞാനും ബാബുവും ഈ പറയുന്ന പോലെ ഞങ്ങൾ പകല് എത്രയോ പ്രാവശ്യം തന്നെ പിടിച്ചെങ്കിലും ഞങ്ങളൊരു കാര്യം പ്രാക്ടിക്കലായി അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുന്ന വാശിയുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം നമുക്കറിയാം. പണ്ടെല്ലാം ഇതിപ്പോ അഭിപ്രായ വോട്ടെടുപ്പിലൂടെയുള്ള ഒരു അവാർഡാണ്. നമുക്കറിയാം കുറച്ച് പഴയ ചിന്തിച്ചു കഴിഞ്ഞാൽ നാനയാണ് ഇങ്ങനെ ഒരു അവാർഡ് പണ്ട് ഉണ്ടാക്കിയിരുന്നത്, അഭിപ്രായ സർവേ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ആ സമയത്ത് ഞാൻ 10 നാന മേടിച്ചിട്ട് എൻ്റെ തന്നെ പേര് ഷിക്കീനെ കിട്ടുന്നുണ്ട്, കിട്ടൂന്ന് മേടിച്ചിട്ട് ആ കാലഘട്ടത്തിൽ. പക്ഷെ അതൊന്നും അതിലൂടെ പോയില്ല. കാരണം മറ്റേ അപ്പൊ ഇങ്ങനൊരു കാര്യമായിട്ട് അദ്ദേഹം വന്നപ്പോൾ ഞാൻ അതിലൂടെ പറഞ്ഞു, നിങ്ങളത് നല്ലൊരു അവാർഡ് ഫംഗ്ഷൻ കിട്ടി. കാരണം നിങ്ങൾക്ക് ഇത്രയധികം ബന്ധങ്ങളും എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻസും ഉണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ കൂടുതൽ സഞ്ചരിക്കുന്ന ഈ കപ്പലിൽ തന്നെ ഇത്രയും പേരെ കയറ്റാൻ പറ്റുമെങ്കിൽ അത് വിചാരിച്ച പലരും നടക്കും. ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂക്കയായാലും ലാലേട്ടനായാലും സുരേഷ് എല്ലാവരോടും നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നതാണ് നമുക്ക്. അപ്പൊ ഞാൻ ഈ ആശയം പറയുകയും അലി ഇത് സമ്മതിക്കുകയും അതിനുവേണ്ടി ആര് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇടവേള ബാബുവിന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് അതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ഈ സൗഹൃദം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാനൊരു കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പൈസയിൽ നിന്നും വലിയൊരു തുക അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കായി മാറ്റി വെക്കണം അലി എന്ന് പറഞ്ഞു. അലി അത് ബാബുവിനോട് പറഞ്ഞ് അത് സമ്മതിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. സിനിമയിലായാലും നാടകത്തിലായാലും പാട്ടുകാരായാലും കലാകാരന്മാരാണോ അവശത എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തു പറയാൻ സാധിക്കില്ല, കൈ നീട്ടാൻ സാധിക്കില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ അറിയാലോ, നമ്മുടെ സിനിമ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ നമുക്ക് എത്രയോ പേരുണ്ട്. നമ്മളെല്ലാം സഹായിക്കുന്നുണ്ടാവെങ്കിലും നിങ്ങൾ ഇതിൽ നിന്നും വലിയൊരു തുക അതിലേക്ക് മാറ്റി വെക്കണം അലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് തുടങ്ങുന്ന ഈ കാര്യങ്ങൾ.
അലിയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയി പറഞ്ഞാലും അവർ ആ ആശയം ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി കൈയഴിഞ്ഞ് ഇപ്പൊ എൽജി തന്നെ ആയാലും മൈജി തന്നെ ആയാലും അവർക്ക് തന്നെ ഈ ആശയം ഗംഭീരമായിട്ട് തോന്നുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഇതിനകത്ത് ഒരു മെയിൻ സ്പോൺസറായിട്ട് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജൂറിയായ തന്നെ ആയാലും നല്ല ജൂറികളെ സംഘടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഒരു പരിപാടി, ഈ ഒരു പ്രോഗ്രാം എനിക്ക് 100% ഉറപ്പുണ്ട് ഇതൊരു വലിയ ഷോ ആയിട്ട് ഏപ്രിലിൽ നടത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം ഉറപ്പും വിശ്വാസവും ഉണ്ട്. ഇതൊരു എന്ന് പറയുന്ന പണ്ട് ഞാനൊരു ചാനല്, ഒരു പത്രമാധ്യമ ഇതിന്റെ പേരെടുത്ത് പറയുന്നില്ല, എനിക്കൊന്നും എനിക്കൊക്കെ അറിയാമായില്ല. ഇത് നമ്മുടെ കുടുംബസംഗമം നടക്കുന്ന സമയത്ത് നമുക്ക് അന്ന് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനം, കാരണം ആദ്യത്തെ കുടുംബസംഗമം നടക്കുന്നത് ഇന്നത്തെ പോലെയല്ല. വളരെയധികം പ്രശ്നങ്ങളുള്ള അമ്മ പൂട്ടി, അമ്മ ഷട്ടറിട്ടു, അമ്മ ഇല്ല, സംഘടന ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് ആദ്യത്തെ കുടുംബസംഗമം നടക്കുന്നത്. പലരും നമ്മളോട് ചോദിച്ചു, സംഘടന ഉണ്ടോ, നമുക്ക് വരും, എല്ലാവരും വരും എന്നൊക്കെ ചോദിച്ച സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഉറപ്പ് അലിയായിരുന്നു. എന്നാൽ അലിയോട് നമ്മൾ പറഞ്ഞ അലി അതിനു മുമ്പ് തന്ന പൈസ നിങ്ങൾ കൂടുതൽ ഉറപ്പ് അലി പറഞ്ഞ് നിങ്ങളെന്താ ഇങ്ങനെ, നമ്മൾ അങ്ങനെയല്ലത്, അത് വേണം. ആ പൈസ കണ്ടിട്ടാണ് നമ്മൾ അന്ന് കുടുംബസംഗമം തുടങ്ങുന്നത്. ആ കുടുംബസംഗമം ഗംഭീരമായി, വലിയ വിജയമായി. അപ്പോൾ അതിന്റെ പുറകിലുള്ള കംപ്ലീറ്റ് ആളുകളും ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ ബാബുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ബാബുവിന് അറിയാലോ, വേറെ പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി 24 മണിക്കൂർ ഇതിന്റെ പുറകെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അപ്പോ ഈ ഒരു പരിപാടിയുടെ വിജയത്തിനുള്ള എല്ലാ ആളുകളെയും സംഘടിപ്പിക്കാനായിട്ട്, അതുപോലെ നവീൻ, ഞാൻ എടുത്തു പറയേണ്ട ഒരാളാണ്. നമ്മുടെ ഈ കഴിഞ്ഞ കുടുംബസംഗമത്തിനൊക്കെ നവീനും അതുപോലെ തന്നെ അതിന്റെ പുറകെ പ്രവർത്തിച്ച ആൾക്കാരെല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പു ആയാലും എല്ലാവരും ഇതിന്റെ പുറകെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഗംഭീര ഷോ ആവട്ടെ, വലിയ വിജയമാവട്ടെ. അതിനുശേഷം ഇതിന്റെ വിജയം ഇതുപോലെ തന്നെ ആടി നമുക്ക് ആഘോഷിക്കാൻ. ഫ്ലൈറ്റിനാണ് പ്രശ്നമായിരിക്കും, ഫ്ലൈറ്റിൽ നിങ്ങൾ പ്രശ്നം പോയോ. അപ്പൊ അങ്ങനെ വിജയിക്കാൻ, അങ്ങനെ നമുക്ക് ആഘോഷിക്കാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബബുരാജേട്ടാ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയുടെ തുടക്കം കൂടെയാണ് നമ്മൾ ഇവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു ജൂറി പാനൽസ് ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ ഞാൻ ജിബു ജേക്കബ് അദ്ദേഹത്തിന് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. രണ്ടാമത്തെ പ്രാവശ്യത്തോട് ജൂറി പങ്കെടുത്ത സ്റ്റേറ്റ് അവാർഡിന്റെ ഒരു ചീത്തപ്പേര് ആളുകൾ ചെറിയ, അതെ, അതിൽ മാറ്റിയെടുക്കണമെന്ന് വിചാരിക്കാലോ, മോശമായിട്ട്. എന്നാലും കുറെ ആൾക്കാർക്ക് വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അവാർഡ് നൽകുമ്പോൾ, ഓരോരുത്തർക്ക് അവാർഡ് നൽകുമ്പോൾ, അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ആദ്യമേ തന്നെ ചിത്രങ്ങളും എല്ലാം തീരുമാനിച്ചു വെച്ചതുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ ഓഡിയിലൂടെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇതും നന്നായിട്ട് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം ഹൈദരാലിയുടെ ഈ ഉദ്യമത്തിനും ഞാൻ എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഞാൻ റിക്വസ്റ്റ് സംസാരിക്കാൻ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞപോലെ ഒരു പെഗ് പോലും തരാതെ നമ്മളെല്ലാവരെയും ആദ്യം നമ്മളുടെയാണ് ഈ ബാബുരാജേട്ടനും ബാബുരാജനും എല്ലാവരും പറഞ്ഞു. ഹൈദരാലിയോട് എല്ലാവരും സഹകരിക്കുന്നു, നല്ല ടീം ഹൈദരാലിയോടൊപ്പം ഉണ്ടാകുന്നു. അത് ഹൈദരാലിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നോട് പറഞ്ഞു, നീ എന്നോട് സഹകരിച്ചില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ വാർത്ത എഴുതുന്നത്. അങ്ങനെയാണോ ബാക്കിയുള്ളവരോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും സഹകരിക്കുന്നു. ഇപ്പൊ തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങള് 2025 റിലീസായ സിനിമകളിൽ നിന്നാണ് ഈ നോമിനേഷൻ. ഞങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത് 2025 റിലീസായ ചിത്രങ്ങളിൽ നിന്നും എല്ലാ കാറ്റഗറിയിലേക്കും 17 കാറ്റഗറിയിലേക്കും 5 സിനിമകൾ വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അതിൽ നിന്നും മികച്ച അവാർഡുകൾ, മികച്ച കലാകാരന്മാരെ തിരഞ്ഞെടുക്കേണ്ടത് ജനങ്ങളാണ്. ഈ 5 കാറ്റഗറിയിൽ തന്നെ ഓരോന്നും സെലക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടി. അത്രയും മികച്ച സിനിമകളുണ്ടായിരുന്നു ഓരോ വിഭാഗത്തിലും 2025.
അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞില്ല, അതുകൊണ്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഇത് വോട്ടിംഗ് ഇവിടെ തൃശ്ശൂർ സ്കൂൾ കലോത്സവത്തിലാണ് ഇതിന്റെ വോട്ടിംഗ് ആരംഭിച്ചത്. വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ശ്രീ GS വിജയൻ സാറിന്റെ മേൽനോട്ടത്തിലായിരിക്കും, ഡയറക്ടർ GS വിജയൻ സാറിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇത് കൗണ്ട് ചെയ്യപ്പെടുന്നത്. ആ കൗണ്ട് ചെയ്യപ്പെട്ടതിന് ശേഷം അവരത് അനൗൺസ് ചെയ്യും. ബാബുടെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫംഗ്ഷന്റെ ഡേറ്റും അനൗൺസ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. താങ്ക് യു വെരി മച്ച്. ഇനി നമ്മളുടെ ഗസ്റ്റുകൾ എല്ലാവരും താഴേക്ക് ഇങ്ങോട്ടേക്ക് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നമുക്കൊരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ട്. ഇപ്പം സൗജന്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ തൃശ്ശൂരിൽ നിന്നും തുടങ്ങിയ ക്യാമ്പയിനാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു വോട്ടിങ്ങിലൂടെ അവാർഡുകൾ നൽകാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഷോയുടെ അമരക്കാരൻ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ഇടവേള ബാബു ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഒരു ഷോ ഗംഭീര വിജയമായിരിക്കട്ടെ എന്ന് ഈ ഒരു ലോഞ്ചിങ് സെറമണിയിൽ തന്നെ ആദ്യമേ വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റ് വീഡിയോയിലേക്ക് കടക്കുന്നത്. വണ്ടു ടോക്സ് സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ് 2025 പബ്ലിക് വോട്ടിംഗ് ക്യാമ്പയിനാണ്. ഇത് ജനങ്ങൾ മാത്രം ഈ കലോത്സവ വേദിയിൽ നിന്ന് ജനങ്ങൾ നിശ്ചയിക്കുന്ന മികച്ച സിനിമ നമ്മൾ 5 സിനിമ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ജൂറി തെരഞ്ഞെടുത്തു. വളരെ ഗംഭീരം. ജനങ്ങളാണ് എല്ലാതിന്റെയും തെരഞ്ഞെടുപ്പിന്റെ അവസാന വാക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു അവാർഡ്. അപ്പൊ ഇതിന്റെ ഔദ്യോഗികമായ വോട്ടിംഗ് കലോത്സവ വേദിയിൽ നമ്മൾ തുടങ്ങുകയാണ്. അത് രാജം മിനിസ്റ്റർ വോട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കൊണ്ടുപോകാം. ആദ്യ വോട്ടിംഗ് അങ്ങനെ മിനിസ്റ്റർ നിർവഹിച്ചിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. അപ്പൊ ഈ അവാർഡ് വിജയമാകും അല്ലേ? ഉറപ്പല്ലേ? അതിഗംഭീരാവും. താങ്ക് യു. കൈതൊട്ടൊന്നും മോശമായിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നു നമ്മളൊരു ഡാൻസിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. നമ്മളുടെ താണ്ഡവ് ടീം എഗെയിൻ ഒരു ഡാൻസ് ചെയ്യാനായിട്ട് റെഡിയാണ്. പക്ഷെ നമ്മൾ കടലിലേക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ എത്തും. ഒരു എനർജി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? ചെറിയൊരു എനർജി കുറവ് ഫീൽ ചെയ്യണ്ട. ഒരു കൈയടി തന്നാൽ എനിക്ക് തോന്നുന്നു. എനിക്കല്ല, നമ്മളെ ഡാൻസ് ടീമിന് നല്ലൊരു കൈയടി കൊടുക്കാവോ എല്ലാവരും കൂടെ ചേർന്ന്?
Family punache, na chata le tulse kumari. Kami melang taru me, ila bakal rakun jale biladi. Saruna tota sweet agu me. Monica, Monica, love you Monica, baby Monica, kichima sigi kichima. Monica, love you Monica, baby Monica, kichima pati kichima. Sama, kapah waktu dorong, kapah ira ada waya waya. Orati sentak kapah main lagi, kapah main ada waya waya. Sabun merah belum diangkat, puja ada no senana kula. Mai kulat, mai kafada, ilamai karat reason sila ila. Ternyata sebab pun jauh cari. Penasaran tapi walau gila, ilmu aku berlari-lari, rasa terpaksa tanah belah. Thank you, Nancy. Thank you very much, everybody. കുറെ ആഗ്രഹത്തിൽ ടെനിനോട് പറഞ്ഞു ടെനി ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. ടെനി പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെനിനെ കൊണ്ടൊരു പാട്ട് നമുക്ക് പാടിപ്പിക്കാം. നിഷി എൻ്റെ കൂടെ ഒരു 10-12 വർഷം ഒരുമിച്ച് എൻ്റെ ജസ്റ്റ് ജൂനിയറാണ് അവൻ, പഠിച്ചിട്ടുള്ളതാണ്. അവൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നവരാണ്. ആ പാട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഷോ വരുന്നത് അല്ല, രക്ഷപ്പെടാൻ പറ്റില്ല. പുഴയൊന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ പാടുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ആശാമാര് ഇവിടെ ഇടകള ബാബു, ചേട്ടൻ ബാബു, നാദർശിക്ക, സുധീർ, അതുപോലെ തന്നെ കൈലാഷ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ സഭയിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളൊരു പാട്ടാണ്. ഞാൻ സഭയിൽ തന്നെ പറഞ്ഞത് പ്രശ്നമുള്ളൊരു പാട്ടല്ല. കാരണം ഇത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു പാട്ടാണ്. ഞാൻ എപ്പോഴും എന്ത് തുടങ്ങുന്നതും പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് പക്ഷെ ഇത് ന്യൂജൻ പ്രാർത്ഥനയാണ്. ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാടുകയാണ്. ആദ്യം തന്നെ ഹൈദരാലിക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കും. ഞങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞു. ഹൈദരാലിയാണ് കപ്പലിൽ കൊണ്ടോളൂ, മറിച്ചിട്ടാ മുങ്ങി. അപ്പൊ ഏറ്റവും ബുദ്ധിപൂർവ്വം, അതായത് എപ്പോഴും ഹൈദരാലിയുടെ പരിപാടിക്ക് കുറച്ച് പേര് ഒരു ഉടനെ പോകണമെന്ന് പറഞ്ഞ് തിരക്കിട്ട് പോകാറുണ്ട്. പക്ഷെ ഇത് നല്ല ബുദ്ധിയാണ്. നടുകടലിലോട്ടാണ് പോകുന്നത്. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഈ പരിപാടി മൊത്തം കണ്ടിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. നിഷി കോഞ്ഞിക്കര കുസീന എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് ബാബുരാജ് ഞങ്ങൾ അമ്മയുടെ ഓഫീസിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നിന്നായിരുന്നു. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് കിട്ടുന്ന കടയാണ്. കൈലാഷിനെ കൊണ്ട് കഴിപ്പിച്ചിരുന്നു. കൈലാഷിന് പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. സ്തുതി മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പോയോ? Study.
ഉൾവേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന്റെ സ്തുതി. Come on. മരണം വരെ നീ ഓർക്കാൻ ഹൈദരാലി.
ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവാർഡ് കാറ്റഗറീസ് ഉണ്ട്, ഒരുപാട് പേര് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ അവാർഡ് കാറ്റഗറീസ്, അവാർഡിന്റെ നെയിം എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്യാനായിട്ട് പോവാണ്. സോ ഫോർ ദ അവാർഡ് കാറ്റഗറീസ് അനൗൺസ്മെന്റ് വുഡ് ലൈക്ക് ടു വെൽക്കം അഗൈൻ ബാബു ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മള് ഈ സ്കൂൾ യുവജനോത്സവത്തിൽ തുടങ്ങാനൊരു കാരണം കേരള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും അവിടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 3 വലിയ ബോക്സോളം നമുക്ക് ഇതിനകം വോട്ടിംഗ് കഴിഞ്ഞ് ഓഫീസിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ പോയി അത് കണ്ടുപോകുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള റെപ്രസെൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ വെബ്സൈറ്റിൽ കൂടെയും മറ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കൂടെയും നമ്മൾ നേരിട്ടും ഒക്കെ വോട്ടിങ്ങിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോട്ടിംഗ് രീതി തന്നെ ഒരു കേരളത്തിൽ മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ നമ്മൾ വോട്ടിംഗ് നടത്താനുണ്ട്. കൂടാതെ ഒരു വാഹനം എല്ലാ ജില്ലകളിലും പോയിട്ട് മെയിൻ സ്റ്റേഷനുകളെല്ലാം കവർ ചെയ്ത് വരാനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു വെറുതെ ഒരു വോട്ടെടുത്ത് ചെയ്യുന്നതല്ല, ശരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ. കാരണം ഇത് നമുക്കിതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, ഇന്നാൾക്ക് കൊടുക്കണമെന്നോ ഇന്നാൾക്ക് കൊടുക്കരുതെന്നോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ വോട്ടിംഗ് നടക്കുന്ന ധൈര്യമായിട്ട് പറയാൻ കഴിയും. ഏതായാലും സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ് 2025 ആദ്യ അവാർഡ് നമ്മൾ മികച്ച സിനിമയ്ക്കാണ് കൊടുക്കുന്നത്. മികച്ച സിനിമയുടെ പേര് നമ്മൾ നൽകിയിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു നിർമ്മാതാവിന്റെ പേരിലാണ് നമ്മൾ മികച്ച സിനിമയ്ക്ക് അവാർഡ് നൽകുന്നത്. ശ്രീ ബാബു സേഠ് മെമ്മോറിയൽ പുരസ്കാരം എന്നാണ് ഇത് നാമകരണം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ജൂറി തെരഞ്ഞെടുത്ത 5 സിനിമകളുടെ പേരുകൾ പ്രഖ്യാപിക്കാൻ സംവിധായകനും നടനും ഗായകനും ഒക്കെയായ ശ്രീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നാദൃശയെ രീതിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ നാദൃശയുടെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം, ഒരുപാട് സന്തോഷം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കണ്ട സിനിമയുടെ നായകനാണ് ഈ അദ്ദേഹമൊത്ത് ഒരു സിനിമയിൽ ഞങ്ങൾ ഗുഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ എടാപോട എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അഭിനയിക്കേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ബാബുജി സോറി കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് പലപ്പോഴും ആ സിനിമയിൽ വന്ന പല സീൻസ് കണ്ട സമയത്ത് ഓഡിയൻസ് ചിരിച്ചിട്ടും അതിൻ്റെ പല സീൻസ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുള്ള സിനിമ പലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നായകനെ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഹൈദരാലി എന്ന് പറയുന്ന പേര് ജീവിതത്തിൽ 2 സ്ഥലങ്ങളിലാണ് എനിക്ക് ഏറ്റവും കാരണം ഒന്നെൻ്റെ സംഗീതത്തിലെ ഗുരു കലാമണ്ഡലം ഹൈദരാലി മാഷ്. അദ്ദേഹം കഥകളി സംഗീതം എന്നെ അഭ്യസിപ്പിച്ചു. എനിക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് ഹൈദരാലി മാഷിൻ്റെ ശിക്ഷണത്തിലുള്ള കഥകളി സംഗീതത്തിനാണ്. പിന്നെ ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്ന ഹൈദരാലി, അത് മറ്റൊരു ഹൈദരാലി. അപ്പോൾ 2 ഹൈദരാലി ഉണ്ട്. പക്ഷെ അതിനുശേഷം നേരത്തെ ബാബുജി പറഞ്ഞ പോലെ ഈ ഉപദ്രവങ്ങളൊക്കെ മറന്നിട്ട് വീണ്ടും സുഹൃത്തുക്കളായി മാറുന്നു എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ചൊരു സുഖമുണ്ട്. അങ്ങനെ ശത്രുക്കളായി പിന്നെ മിത്രങ്ങളായി മാറിയ ഹൈദരാലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ 2 പേരുടെ നേതൃത്വത്തിലുള്ള ഈ വണ്ടർ ഡോഗ്സ് സംഘടിപ്പിക്കുന്ന ഈ അവാർഡിനായിട്ടുള്ളത് ആദ്യത്തെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് 1 നോമിനേഷൻസ് തുടരും, ലോക, ഏകോ, രേഖാചിത്രം, പൊന്മാൻ. ബാബു സേഠ് പുരസ്കാരമാണ് മികച്ച സിനിമ. ഒരു സിനിമ ആരാധകൻ എന്ന നിലയിൽ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സാധാ പ്രേക്ഷകൻ എന്ന നിലയിൽ തികച്ച സത്യസന്ധമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് മികച്ച സിനിമയ്ക്കുള്ളത്. ജൂറി അംഗങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. അടുത്തത്
നമ്മൾ ജനപ്രിയ ചിത്രമാണ്. നമുക്കറിയാം ജനപ്രിയ ചിത്രം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന അതിന് ആ പുരസ്കാരത്തിന് പേര് നൽകിയിട്ടുള്ളൂ അതുപോലൊരു സംവിധായകന്റെ പേരാണ്, ശ്രീ സിദ്ദിഖിന്റെ പേരിലാണ് നമ്മൾ ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ്. കാരണം സിദ്ദിഖുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ കൂടിയാണ് മലയാള സിനിമയിലാണ്. എല്ലാവരും ബന്ധം എല്ലാവർക്കും വ്യക്തിപരമായിട്ട് സംവിധായകൻ സിദ്ദിഖാണ്. സ്വാഭാവികമായിട്ട് നമ്മളിത് ആലോചിച്ചപ്പോൾ ഒറ്റ പേര് നമ്മുടെ മുമ്പിൽ വന്നുള്ളൂ, അത് സിദ്ദിഖിന്റെ പേരാണ്. ഏതായാലും ഒരുപാട് സന്തോഷം. വീണ്ടും എന്റെ ഗുരുസ്ഥാനത്തുള്ള ഡയറക്ടർ സിദ്ദിഖയുടെ പേരിൽ ഉള്ള ജനപ്രിയ ചിത്രത്തിന് ഒന്ന് ലോക, തുടരും, കളങ്കാവൽ, സർവമായ, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഗംഭീരം. Once again, thank you. അടുത്ത് മികച്ച സംവിധായകന്റെ നോമിനേഷനാണ്. മികച്ച സംവിധായകനെ നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും നല്ല സുഹൃത്തായ, പെട്ടെന്ന് നമ്മളിതൊന്നും വിട്ടുന്നില്ല, ഷാഫിയുടെ പേരിലാണ്. ഷാഫി ഇതുപോലെ ഇത് വിട്ടുപിരിഞ്ഞു തോന്നുന്നില്ല. ഷാഫി ഇവിടേക്ക് ഉള്ള പോലെ പെട്ടെന്ന് തോന്നാറുണ്ട്. എന്തായാലും ഷാഫിയുടെ പേരിലാണ് നമ്മൾ മികച്ച സംവിധായകനുള്ള അവാർഡ് നൽകുന്നത്. അത് നോമിനേഷൻ പ്രഖ്യാപിക്കുന്നതിന് ശ്രീ ബാബുരാജിനെ നോമിനേഷൻസ് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് മികച്ച സംവിധായകൻ 5 പേരുടെ. മികച്ച സംവിധായകൻ ഡോമിനിക് അരുൺ ലോക, രഞ്ജിത്ത് അയ്യത്താൻ എക്കോ, ജോഫിക് ടിച്ചാക്കോ രേഖാചിത്രം, തരുൺമൂർത്തി തുടരും, അഖിൽ സത്യൻ സർവമായ. നമ്മൾ 2025 ഡിസംബർ 31 വരെയുള്ള റിലീസ് ചെയ്ത പടങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആട്ടം പ്രശ്നമായി തുടങ്ങി. അപ്പോ അടുത്തത് മികച്ച നടന്റെ പേരാണ്. അതും ബാബുരാജ് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. മികച്ച നടന്റെ അവാർഡിനുള്ള പേര് നൽകിയിട്ടുള്ളത് ശ്രീനിയുടെ പേരാണ്. ശ്രീനിവാസിന്റെ പേരിലാണ് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നത്. അതിൽ 5 നോമിനേഷനും ഇപ്പോൾ മികച്ച നടൻ ലാലട്ടൻ തുടരും, മമ്മൂക്ക കളങ്കാവൽ, ആസിഫ് അലി രേഖാചിത്രം സർക്കിട്ട്, ബേസിൽ ജോസഫ് പൊന്മാൻ, അത് ചാക്കോച്ചൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഓക്കെ. മികച്ച നടി നമ്മൾ പേര് നൽകിയിട്ടുള്ളത് നമ്മുടെ KPSC ലളിത ചേച്ചിയുടെ പേരിലാണ്. ലളിത ചേച്ചി ഇല്ലാതെ മലയാള സിനിമയെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ലളിത ചേച്ചിയെ തന്നെയാണ് നമ്മൾ സ്മരിക്കുന്നത്. മികച്ച നടി 5 പേരുടെ പേരുകൾ ഇപ്പോൾ കാണിക്കാം. മികച്ച നടി ലിജോ മോൾ പൊന്മാൻ, അനശ്വര രാജൻ രേഖാചിത്രം, കല്യാണി പ്രിയദർശൻ ലോക, പ്രിയ ഷിബു സർവമായ, ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ. താങ്ക് യു. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു ബാബുരാജ് ചേട്ടാ. അതിൻ്റെ അടുത്ത കാറ്റഗറിയിലേക്ക് പോകുന്നതിന് അടുത്തത് നമ്മൾ നൽകുന്നത് സ്വഭാവ നടന്റെ അവാർഡുകളാണ്. അതിൻ്റെ നോമിനേഷനുകളാണ് പറയുന്നത്. സ്വഭാവ നടന് നമ്മൾ പേര് നൽകിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തായ നവാസിൻ്റെ പേരിലാണ്. കലാഭവൻ നവാസിൻ്റെ പേരിലാണ് സ്വഭാവ നടനുള്ള അവാർഡ്. ഈ നോമിനേഷൻ പ്രഖ്യാപിക്കുന്നതിന് എൻ്റെ ഏറ്റവും നല്ല മിത്രം, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഏറ്റവും നല്ല ഒരു ബോണ്ടുള്ള ആളാണ് ടിനി ടോമിനിയാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഡിൻചാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇമോഷണലാണ് ഇത് ശരിക്കും. കാരണം പറഞ്ഞാൽ ഒന്ന്, ഞാൻ നിൽക്കുന്ന പ്രതലം, ഈ ബോട്ട് അല്ലെങ്കിൽ ഈ ഷിപ്പ്, ഞാൻ പറയുന്നത്
ഇതൊരു ടൈറ്റാനിക് ആണ്. കാരണം ഇത് ഒരു പറമ്പിൽ പണി തുടങ്ങുന്നത് മുതൽ, അതായത് ഒരു സ്റ്റീൽ വെച്ചിട്ട് ഇതിന്റെ ഫസ്റ്റ് ഫ്രെയിം ഉണ്ടാക്കുന്നതിൽ മുതൽ ഞങ്ങളുടെ സ്വപ്നമായിരുന്നത് തൊട്ടടുത്തുള്ള തുരുത്തിൽ. അന്ന് നിഷി എന്നെ കെട്ടിപ്പിടിച്ചും ഫോണിലും കരഞ്ഞിട്ടുണ്ട്. അത്രയും പല ആൾക്കാരും ഉപദ്രവിച്ചിട്ടുണ്ട് ഇത് സംഭവിക്കാതിരിക്കാൻ. ഇതിന്റെ ഉദ്ഘാടന ദിവസം കേന്ദ്രമന്ത്രിയാണ്, ഞാൻ സുരേഷ് ഗോപി ചേട്ടൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുള്ളതാണ് പല ആവശ്യത്തിനും. കേന്ദ്രമന്ത്രി ചെയ്യുന്ന സമയത്ത് പോലും ഇത് മുടക്കാൻ വേണ്ടി പലരും വന്നിട്ടുണ്ട്. ഞാൻ ഇത് സംസാരിക്കുന്ന മറ്റൊന്നുമല്ല, പിന്നെ എൻ്റെ വിളിച്ച ഈ ബാബു ചേട്ടനാണ് അമ്മ എന്ന് പറയുന്ന എൻ്റെ സ്വപ്ന സംഘടനയായിരുന്നു. 10 വർഷമായി ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് നിൽക്കുകയാണ്. ആദ്യമായിട്ട് ഇലക്ഷന് നിർത്തി, ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഹൈദരാലി എന്നെക്കുറിച്ചൊരു ചീത്തപ്പേര് ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ബാഡ് മാർക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ഓക്കെ, പക്ഷെ ഒരു വാക്ക് പോലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പറയിപ്പിച്ചിട്ടുമുണ്ട്. ഇനി ബാബുരാജ് എന്ന് പറയുന്നത്, ബാബുരാജേട്ടൻ ഞങ്ങളൊരു ഇടവകയാണ്, ഒരു കോളേജാണ്, എൻ്റെ സീനിയറാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ എനിക്ക് നട്ടലുണ്ടാക്കി തന്ന ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഞാനുണ്ടാവും. കാരണം എന്നെ ഞാനാക്കിയ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി നാദർഷ എന്ന് പറയുന്ന ഒരാൾ കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മിനി സ്ക്രീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നുമല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കാറിൽ എന്നെ കൊണ്ടുപോയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഫ്രെയിമിൽ കൊണ്ടുവന്നു. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അത്ര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോൾ, കാരണം ശരിക്കും ഞാൻ അമ്മയിൽ മരണസഹായ സമിതിയിലാണ് വർക്ക് ചെയ്യുന്നത്. 10 വർഷമായി. ഇവിടെ സോഹൻ സീനുലാലുണ്ടായിരുന്നു. ഏതൊരു മരണം നടക്കുമ്പോഴും ആദ്യം എത്തുന്ന മുഖം, നമുക്ക് കല്യാണം, ആർഭാടം, ഫിലിം അവാർഡ്സിനൊക്കെ എല്ലാവരും മുന്നിലുണ്ടാവും, പെട്ടെന്നായിരിക്കും അറിയുന്നത്. പക്ഷെ ആ സമയത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഫെഫ്കയുടെ നെടുന്തൂണായിട്ടുള്ള ഒരാളാണ് സോഹൻ സീനുലാൽ. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും, കാരണം 10 വർഷം കൊണ്ട് ഒരുപാട് മരണങ്ങൾ ഞാൻ കണ്ടു മലയാള സിനിമയിൽ. ശരിക്കറിയാം, KPS ലളിത ചേത്തിയുടെ മരണയാത്രയിൽ ബാബു ചേട്ടനും പ്രിയങ്കയും തലേ ദിവസം ബാബുരാജും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യസമായിട്ട് പറയുകയാണെങ്കിൽ ആ യാത്രയിലെല്ലാം ഒരു നെടുന്തൂണായിട്ട് എല്ലാം, വെള്ളത്തിന് വരെ ഒരു ക്ഷാമം ബുദ്ധിമുട്ടുണ്ടാക്കാത്തുള്ള ഒരാളാണ് സോഹൻ സീനുലാൽ. അദ്ദേഹത്തിന് ഞാൻ ഈ കഴിഞ്ഞ ശ്രീനേട്ടൻ മരിച്ചപ്പോഴും ധൈര്യം സോഹൻ സീനുലാൽ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടൊരു പുരസ്കാരം കിട്ടുന്നത് വെള്ളിമൂങ്ങ എന്ന് പറയുന്നൊരു സിനിമയിലാണ്. ഏഷ്യാനെറ്റിൻ്റെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അത് കിട്ടാൻ, അത് ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ സംവിധായകൻ ജിബു ജേക്കബ് ഉണ്ട്. അപ്പോൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെയധികം കണക്ക്, ഓരോ മൈൽ സ്റ്റോൺസ് ആണ്. മൈൽ സ്റ്റോൺസ് ചാനലല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകളാണ്. അവരുടെ ഇടയിൽ നിന്നും എനിക്ക് ഈ ഒരു ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ എല്ലാവരും ഇവിടം വരെ എത്തിയല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നിട്ടുള്ളവർ അവരൊന്നിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നവാസിൻ്റെ പേരിലായതുകൊണ്ട്, നവാസിനെ എനിക്ക് അവസാനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ സ്റ്റേജിൽ ഒരുപാട് വിദേശ യാത്രകൾ നാദർശിക്കുകയും ഞാനും നവാസൊക്കെ കൂടി ഒരുമിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുള്ളതാണ്. ആ നവാസിൻ്റെ പേരിൽ ഒരു അവാർഡ് തിരഞ്ഞെടുത്തതിന് ജൂറി അംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളിലുള്ളവരെ കൂടി അംഗീകരിച്ചതിന് ജൂറിക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ കുടുംബസംഗമം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ചെളിയിൽ പൂണ്ടുപോയൊരു കപ്പലിനെ പൊക്കിയെടുത്തിട്ടുള്ളതാണ് ഹൈദരാലി. ആർക്കും ഒരു സ്പോൺസർഷിപ്പ് പോലും വരാത്ത സമയത്ത് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തന്ന കാശാണ്. ഇപ്പോൾ രണ്ടാമത് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് കൈലാഷും ഞാനും ഒക്കെ അവിടെ. അപ്പോൾ അതിൻ്റെ സംവിധായകനാണ്. അമ്മ കുടുംബസംഗമത്തിൽ ഏറ്റവും അഭിമാനിക്കുന്ന മറ്റൊന്നല്ല, ഞാൻ ഓൺലൈൻ ചാനലുകൾ ഉള്ളതെന്നിട്ട് പറയാണ്. എന്തായാലും നിങ്ങളെ നേരിട്ട് വിളിക്കും. സുരേഷ് ഏട്ടന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയിരിക്കുന്ന സമയവും, അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്ന സമയവും, അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് പത്മഭൂഷണം കിട്ടിയത്, ഇതുപോലെ ഒരു സമയം ഇനി 10 വർഷം കഴിഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ആ ഒരു കുടുംബസംഗമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് കൈലാഷ്, ഞാനും അടക്കം. ആ തിരക്കിനിടയ്ക്ക് ഓടി വന്നത് ഹൈദരാലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം ഈ കുടുംബസംഗമം ഉണ്ടായത് ഇദ്ദേഹം കാരണം തന്നെയാണ്. എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ബാബുചേട്ടൻ അറിയാതെ നടക്കില്ലായിരുന്നു. 10 പൈസ ഇല്ലാതെ അവിടെ നിന്ന് കൊളുത്തിയ തീയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഫുൾ ടൈം എത്ര നേരം വേണമെങ്കിലും ഇദ്ദേഹത്തിനോടൊപ്പം. കാരണം ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, സത്യം സത്യമായിട്ട് തന്നെ വരികയുള്ളൂ. അപ്പോൾ എന്നെ കൈപിടിച്ച് അമ്മയിൽ കൊണ്ടുവന്ന ബാബുചേട്ടൻ്റെ 1000 നന്ദി അർപ്പിക്കുന്നു. ഇപ്പോഴും നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഓൺലൈൻ കാര്യം നിങ്ങൾ നേരിട്ട് വിളിക്കും, അമ്മയുടെ പ്രസിഡന്റ് സെക്രട്ടറി. പക്ഷേ ഈ സമയത്ത് ഒന്നുകൂടി ഞാൻ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം വൈകിട്ട്
ലാലേട്ടനെയും മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ ആദരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാവണം, നിങ്ങളെ ക്ഷണിക്കും. എന്നാലും ഞാനും കൈലാഷും അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്ന നിലയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയും മികച്ച സ്വഭാവ നടൻ വീഡിയോ പ്ലീസ്. സൗബിൻ ഷാഹിർ പ്രാവിൻകൂട് ഷാപ്പ്, പ്രകാശ് വർമ്മ തുടരും, ജിബിൻ ഗോപിനാഥ് TS സജിൻ ഗോപു പൊന്മാൻ, ദിലീഷ് പോത്തൻ റോന്ത്. അടുത്തത് മികച്ച സ്വഭാവ നടിയുടെ പേരിലുള്ള അവാർഡാണ്. ആ അവാർഡിന് നമ്മൾ സ്മരിക്കുന്നത് കൽപ്പനയെയാണ്. കൽപ്പനയുടെ പേരിലാണ് മികച്ച സ്വഭാവ നടി നമ്മൾ നൽകുന്നത്. 5 നോമിനേഷനുകൾ പോയി. മികച്ച സ്വഭാവ നടി സെറിൻ ഷിഹാബ് രേഖാചിത്രം ഇത്തിരി നേരം, ചാന്ദിനി പ്രാവിൻകൂട് ഷാപ്പ്, പിയാന മേമിൻ എക്കോ, ദേവദർശിനി ജയ കുറുപ്പ് TS. താങ്ക് യു ഡെനി. താങ്ക് യു ഡെനി ചേട്ടാ. അടുത്തത് സംഗീത സംവിധായകൻ്റെ അവാർഡാണ്. നമ്മൾ സ്മരിക്കുന്നത് SP വെങ്കടേഷിനെയാണ്. ഈ വളരെ അടുത്ത് നമ്മൾ ഇന്ന് പിരിഞ്ഞ SP വെങ്കടേഷിൻ്റെ പേരിലാണ് മികച്ച സംഗീത സംവിധായകൻ്റെ അവാർഡ് നൽകുന്നത്. അത് പ്രഖ്യാപിക്കുന്നതിനായി ശ്രീ കൈലാഷിനെ പറഞ്ഞൊരു കൈഡി സമ്മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം പലപ്പോഴും സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ സിനിമയോട് അടുത്ത് നിൽക്കാൻ ആദ്യം ശ്രമിച്ചത്. അപ്പോഴൊക്കെ അർഹിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ സ്പേസ് തന്നിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെയുള്ള എല്ലാവരും. എനിക്ക് അമ്മയുടെ ഷോസ് നടക്കുന്ന സമയത്ത് ഏറ്റവും വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് എന്നെ വിളിച്ച് തന്നിട്ടുള്ള ആളാണ് എടവള ബാബുച്ചേട്ടൻ. പലപ്പോഴും ഷോസിൽ ഞാൻ ഗുരുതുലിനെ കാണുന്ന ആളാണ് എടവള ബാബുച്ചേട്ടൻ. അതിനുശേഷം ബാബുരാജേട്ടൻ ഏറ്റവും ഗംഭീരമായി ഒരുപക്ഷെ അമ്മയ്ക്ക് ഏറ്റവും ശക്തി വേണ്ട ഒരു സമയത്ത് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് അമ്മേനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് പോലും തീർച്ചയായിട്ടും വലിയ സ്പേസ് ഞങ്ങളെപ്പോലെ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അമ്മ മെമ്പർ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വിളിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് നൽകിയിട്ടുള്ള ബാബുരാജ് ചേട്ടനെ ഓർക്കുന്നു. തീർച്ചയായിട്ടും ടിൻചേട്ടൻ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവെന്ന് ഞങ്ങൾക്ക് വിളിക്കാറ്. കാരണം എന്തിനും ആദ്യം ഒരു ബഹളം ഉണ്ടാവും, എന്തിനും ആദ്യം ഒരു അഭിപ്രായം ഉണ്ടാവും. എല്ലാവരുമായിട്ടും കൃത്യമായി ബന്ധം വെച്ച് വെക്കുന്ന ഒരാളാണ്. നാദർഷിക്കയുണ്ട്. എന്നും ഒരുപക്ഷെ നാദർഷിക്കയുടെ കൂടെ ഒന്നും സ്റ്റേജിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ സ്റ്റേജിൻ്റെ സൈഡിലൊക്കെ നമ്മളിങ്ങനെ പോയി നിൽക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ എന്നും ഇങ്ങനെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു സ്നേഹം നാദർഷിക്കയോട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് പേര് ഇവിടെയുണ്ട്. ജിബിച്ചേട്ടനുണ്ട്, അതുപോലെ നമ്മുടെ സോവൻ ചേട്ടനുണ്ട്. അങ്ങനെ ഒത്തിരി പേർ. സിനിമയിൽ എപ്പോഴും പറയും നന്ദി പ്രശ്നമാണെന്നാണ് പറയുക, പക്ഷെ നന്ദിയുള്ളവരാണ് സിനിമയിലുള്ളവർ. കാരണം എത്ര നന്ദിയോടെയാണ് ഓരോരുത്തരുടെയും പേരുകൾ ഇവിടെ നമ്മൾ ഓർത്തെടുക്കുന്നത് എന്നുള്ളതാണ്. ഇവരൊക്കെ തമ്മിലുള്ള പല വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കണ്ടിട്ട് ഞാനും ആദ്യമൊക്കെ ഞെട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ഇത് തീർന്നു അമ്മ തീർന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ സിനിമ എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൽ ഇവരൊക്കെ ഇടപെടുന്നത് കണ്ടിട്ടുള്ളത് ഞങ്ങളെപ്പോലെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് വലിയൊരു അനുഭവവും പാഠവുമാണ്. സത്യത്തിൽ ഒരു ബാബുരാജ് ചേട്ടനും എടവള ബാബുച്ചേട്ടനും തമ്മിൽ വഴക്കുണ്ടാക്കാൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്നിവിടെ യുദ്ധം നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇവർ തമ്മിൽ വീണ്ടും കാര്യങ്ങളോട് മുമ്പോട്ട് പോവുക. ശരിക്കും അതൊക്കെ ഞങ്ങൾക്കൊക്കെ വലിയ അനുഭവമാണ്, വലിയ സന്തോഷമാണ്. ഹൈദരാലിയെ കുറിച്ചിട്ട് ഇതുവരെ എന്നെക്കുറിച്ചൊന്നും പറയേണ്ടി വന്നിട്ടില്ല, ഇനിയും വരാതിരിക്കട്ടെ. ഹൈദരാലി ഒരുപാട് പേർക്ക് സുഹൃത്താണ്, ഒരുപാട് പേർക്ക് ശത്രുവാണ്, ഒരുപാട് പേർക്ക് ഒരു എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അതിനൊക്കെ പ്രത്യേക ഹൈദരാലി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ബ്രാൻഡാണ്. കാരണം ഹൈദരാലി ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകൾ, ഹൈദരാലി ഏറ്റെടുക്കുന്ന സിനിമാ പ്രൊമോഷൻസ് എപ്പോഴും മറ്റൊരു തരത്തിലേക്ക് അദ്ദേഹം എടുത്തു വെക്കാറുണ്ട്. സിനിമയ്ക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏറെ സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ ഈ പ്രാവശ്യത്തെ കാറ്റഗറീസ് നോക്കാം അല്ലേ. സംഗീത സംവിധാനം ശ്രീ SP വെങ്കടേഷിന്റെ പേരിലാണ്. SP സാറിന്റെ പേരിലുള്ള സംഗീത സംവിധാനത്തിലെ കാറ്റഗറി ജേക്കബ്സ് ബിജോയ്, മുജീബ് മജീദ്, വിപിൻ അശോക്, സായി അഭ്യങ്കർ,
ശ്രീഹരി. സിനിമയുടെ പേര് കൂടി പറഞ്ഞത് നന്നായിരിക്കും. ജെയ്സ് വിജയുടെ മിന്നൽ വള എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ പാട്ടാണ്. അതുപോലെ കൺമണി പൂവേ നമ്മുടെ തുടരും എന്ന് പറയുന്ന സിനിമയിലേതാണ്. അതുപോലെ മുജീബ് മജീദിന്റെ നിലാകായും വെളിച്ചം കളങ്കാവിലെ പാട്ടാണ്. ബിപിൻ അശോകിന്റെ നമ്മുടെ സാഹസത്തിലെ ഏത് മൂഡ് എന്ന് പറയുന്ന ഒരുപക്ഷെ ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചൊരു പാട്ടാണ്. സായി അഭിശങ്കറിന്റെ ജാലക്കാരി മൾട്ടി എന്ന് പറയുന്ന സിനിമയിലേതാണ്. ശ്രീഹരിയുടെ തട്ടത്തിൻ തക്കത്തിൽ അഭിലാഷം എന്ന് പറയുന്ന സിനിമയിലേതാണ്. താങ്ക് യു. അടുത്തത് ഗാനരചനയാണ്. ഗാനരചനയുടെ അവാർഡിന് നമ്മൾ പേര് നൽകിയതെന്ന് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരാണ്. ഗിരീഷ് എല്ലാവരും സുഹൃത്തായിരുന്നു, അതുപോലെ എല്ലാവരും വിമർശിക്കുന്ന ആളായിരുന്നു. കോഴിക്കോട് എന്ന ഗിരീഷിനെ ഇപ്പോഴും ഓർക്കും. എന്തായാലും ഗിരീഷിനെ നമ്മൾ മറന്നിട്ടില്ല. ഗിരീഷിന്റെ പേരിലാണ് ഗാനരചനയ്ക്കുള്ള അവാർഡ്. 5 നോമിനേഷനുകൾ ഇപ്പോൾ വയ്ക്കും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരിൽ കൊടുക്കുന്ന ഗാനരചനയ്ക്ക് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൈതപ്രം മിന്നൽ വള നരിവേട്ട എന്ന സിനിമയിലേതാണ്. വിനായക് ശശികുമാർ നിലാകായും വെളിച്ചം കളങ്കാവലിലെ പാട്ടാണ്. മഞ്ജു മഞ്ജുത്തിന്റെ പൂമഴ വീണ സർവമയത്തിലെ പാട്ടാണ്. ബേസിൽ CJ നീയൊരിക്കൽ ഇത്തിരി നേരം എന്ന സിനിമയിലെ, ഷറഫു തട്ടത്തിൻ തക്കത്തിൽ അഭിലാഷം എന്ന സിനിമയിലേതാണ്. ഏറ്റവും ഗംഭീരമായ ഒരു നോമിനേഷൻസ് ആണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും. താങ്ക് യു. അടുത്തത് നമ്മൾ നൽകുന്നത് ഛായാഗ്രാഹന്റെ അവാർഡാണ്. നമുക്ക് ഇത്തവണ ഞങ്ങൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ആരുടെ പേരാ, ഒരാളുടെ പേര് ഓർമ്മ വന്നു, ഷാജി എൻ കരുൾ. ഒരു പക്ഷേ ഓഫ് ബീറ്റ് സിനിമയായാലും മറ്റ് സിനിമ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ്. ഓഫ് ബീറ്റ് സിനിമയൊന്നുമല്ല, പക്ഷേ അന്നും അത് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു ഈ സിനിമ എങ്ങനെ ചെയ്യണമെന്നും അതേ സിനിമ ഓഫ് ബീറ്റ് സിനിമ ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നും ധാരണയുണ്ടായിരുന്നു. നല്ലൊരു കാര്യദർശിയായിരുന്നു. കാരണം KSFDCയുടെ ഒരുപാട് കാലത്തെ ചെയർമാനൊക്കെ ആയിരുന്നു. ഷാഹിദ് സാറിൻ്റെ പേരിലാണ് നമ്മൾ അവാർഡ് നൽകുന്നത്. ഏതായാലും നോമിനേഷൻ പ്രഖ്യാപിക്കുന്നതിന് നമ്മുടെ സുഹൃത്തായ സുധീറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ശ്രീ സുധീർ അദ്ദേഹത്തെ വേദിയിലേക്ക് നോമിനേഷൻസ് അനൗൺസ് ചെയ്യാൻ വെൽക്കം ചെയ്യുന്നു. ബിഫോർ ദാറ്റ് രണ്ട് വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് അനൗൺസ് ചെയ്യാനായിട്ട് ഒരു വേദിയിൽ നിൽക്കുന്നത്. അത് ഹൈദരാലിക്ക് ഒത്തിരി നന്ദി. അത് ഏറ്റവും ഛായാഗ്രഹം അല്ലേ, ഞാൻ ഏറ്റവും ജീവിതത്തിൽ പേടിച്ചിട്ടുള്ള ഛായാഗ്രഹന്മാരാണ്. കാര്യം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഉടനെ ക്യാമറമാനെ നോക്കുമ്പോൾ ഒത്തിരി ക്യാമറമാൻമാരുടെ വഴിയിൽ നിന്ന് ഒരുപാട് വഴക്കം കേട്ടിട്ടുണ്ട് എനിക്ക് സിനിമയിൽ. അപ്പോൾ ഏതായാലും ഏറ്റവും നല്ല ഛായാഗ്രഹന്റെ അവാർഡ് അനൗൺസ് ചെയ്യാൻ എന്നെ വിളിച്ചതിൽ ഒത്തിരി നന്ദി. ഞാൻ ഈ എന്താ പറയാ കുറച്ച് നാള് സിനിമയിൽ നിന്ന് അങ്ങ് മാറി നമുക്ക് ഇപ്പം ദിലീപേണ്ട ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോ ദിലീപേണ്ട എന്നെ വിളിച്ചു പറഞ്ഞു, സുധീർ ഭായ് നിങ്ങളുടെ കുഴപ്പം എന്താണെന്നറിയോ, നിങ്ങള് മുമ്പോട്ട് പോവാ, നിങ്ങൾ ഈ പുറകെ നിൽക്കുന്നതാണ് നിങ്ങൾ ഇത്രയും നാളായിട്ടും സിനിമയില് സജീവമാകാത്തത്. നിങ്ങൾ മുമ്പോട്ട് പോവാ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള നടനായതുകൊണ്ടാണ് നിങ്ങളെ വച്ച് ഞാൻ 10-18 പടത്തോളം നിങ്ങളെ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത്? അതൊരു പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയില് ഇത്തവണ പ്രോഗ്രാം നടക്കുമ്പം കൈലാഷന്റെ കൂടെ ഞാനൊരു പാട്ട് പാടാൻ കൈലാഷന്റെ വിളിച്ച് ഞാൻ ഫാഷൻ ഷോയ്ക്ക് ഉണ്ട്. ടിനിഭായ് പറയുന്ന ട്രാക്കുളയും ഫാഷൻ ഷോയ്ക്ക് ഇറക്കുന്നു. ഏതായാലും ഞാനിനി പുറകോട്ടില്ല, ഞാൻ ഏതായാലും കുറച്ച് മുന്നോട്ട് വരാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും ആഗ്രഹത്തോടു കൂടി. ഏതായാലും ഞാൻ ഈ നോമിനേഷൻ ഞാനൊന്ന് അനൗൺസ് ചെയ്യാം. ഛായാഗ്രഹന്റെ അവാർഡ് ഷാജി എൻ കരുണിന്റെ പേരിലാണ്. നോമിനേഷൻസ് ഷാഹുൽ രമേശ് എക്കോ, ഷൈജു ഖാലിദ് ട്രാവൻകൂർ ഷാപ്പ്, നിമിഷ് രവി ലോക, ഷാജി കുമാർ ഷാജിയേട്ടൻ തുടരും, ഷഹനാദ് ജലാൽ ഡയസിറ. അടുത്തത് ഓരോ അവാർഡും കൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. തിരക്കഥാകൃത്തിന്റെ നോമിനേഷൻസ് ആണ്. അതിന് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് സച്ചിയുടെ പേരിലാണ്. നമ്മുടെയൊക്കെ സുഹൃത്താണ് സച്ചി. സച്ചി മലയാള സിനിമയിൽ സുഹൃത്തല്ലാത്തവരാരുമില്ല.
എന്തായാലും സച്ചിയുടെ പേരിലാണ് നമ്മൾ തിരക്കഥാകൃത്തിൻ്റെ അവാർഡ് നൽകുന്നത്. നോമിനേഷനുകൾ കാണാം. ഏറ്റവും നല്ല തിരക്കഥാകൃത്തിൻ്റെയാണ്. ബാഹുൽ രമേശ് എക്കോ, തരുൺ മൂർത്തി, KR സുനിൽ തുടരും, ഡൊമിനിക് അരുൺ ലോക, ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ രേഖാചിത്രം, ജിതിൻ കെ ജോസ് ജിഷ്ണു കളങ്കാവൽ ഇവരുടെ പേരാണ്. താങ്ക് യു. നല്ലൊരു നോമിനേഷനുകളാണ് ഇതുവരെയൊക്കെ വന്നിട്ടുള്ളത്. താങ്ക് യു സുധീരേട്ടാ, താങ്ക് യു വെരി മച്ച്. അടുത്തത് മികച്ച എഡിറ്ററിയലിലേക്കാണ് പോകുന്നത്. മികച്ച എഡിറ്ററിൻ്റെ നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത് ഹരിഹരപുത്രനെയാണ്. ഒരു പഴയ സിനിമാ ജനറേഷനിൽ എല്ലാവർക്കും അറിയാം. AVMൽ പോയി കഴിഞ്ഞാൽ ഹരിയേട്ടൻ അവിടെ AVMൽ ഞങ്ങളൊക്കെ സിനിമ തുടങ്ങിയ കാലത്ത് AVMലാണ് എല്ലാ എഡിറ്റർമാരും വെങ്കടേസ്വാമി എല്ലാവരും നേരം ചങ്കുണ്ണിയേട്ടനൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്ന് ഹരിയേട്ടൻ ഏറ്റവും ചെറുപ്പമുള്ള എഡിറ്ററായിരുന്നു. അതിൻ്റെ നോമിനേഷൻ പ്രഖ്യാപിക്കാനായിട്ട് സമതിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സമതിക്ക് ഒന്ന് വേഗം വേദിയിലേക്ക് എത്തിച്ചേരാൻ റിക്വസ്റ്റ് ചെയ്യാണ്. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ അവിടെ നിന്നിട്ട് ബസ് വന്നിട്ട് ഒരു ഇത് കഴിച്ചിരിക്കുകയായിരുന്നു. സോറി, ഇത്രയും വലിയ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ എൻ്റെ ഒരു പരിപാടിയിൽ നിൽക്കുന്നത്. ആയുധർജിക്ക് എൻ്റെ നന്ദി അർപ്പിക്കുന്നു. എനിക്ക് ഇത്രയും വലിയ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു അവാർഡ് ചിന്തിക്കാൻ പോലും പറ്റില്ല. ധൈര്യമായിട്ട് വന്നു. എന്തായാലും നോമിനേഷൻ പ്ലീസ്. മികച്ച എഡിറ്റർ ചമൻ ചാക്കോ, ഷഫീഖ് മുഹമ്മദ്. ചമൻ ചാക്കോ ലോഗയും ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഷഫീഖ് മുഹമ്മദ്, ഷാപ്പ്, ഷബീർ മുഹമ്മദ് രേഖാചിത്രം, നിതിൻ രാജ് പടക്കളം, അഖിലേഷ് എംപുരാൻ. ഇത് നാമകരണം ചെയ്തിട്ടുള്ള ഹരിഹരപുത്രൻ സാറിൻ്റെ പേരിലാണ്. അടുത്തത് നമ്മൾ കലാസംവിധാനത്തിനാണ്. കലാസംവിധാനത്തിൻ്റെ അവാർഡിന് നാമകരണം ചെയ്തിട്ടുള്ളത് സാബു പ്രഭതയുടെ പേരിലാണ്. സാബു പ്രഭത എറണാകുളത്തുള്ള എല്ലാ സിനിമാക്കാർക്കും അറിയാവുന്ന ഒരാളാണ്. സിനിമയുടെ എല്ലാ ഫംഗ്ഷനുകളിലും സാബു പ്രഭതയുടെ ഒരു സാന്നിധ്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ചിരിച്ച മുഖത്തോടുകൂടിയ സാബു പ്രഭതയുടെ മരണം വളരെ ദുഃഖകരമായിരുന്നു. ഒരു ആക്സിഡൻറ്റിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മൾ കലാസംവിധായകൻ്റെ അവാർഡ് നൽകുന്നത്. നോമിനേഷൻ പ്ലീസ്. ലോക, മോഹൻദാസ് എമ്പുരാൻ, പാവ നരിവേട്ട, ഹൃദേശ് പൊന്മാൻ, ഷാജി നടുവിൽ രേഖാചിത്രം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ആൻഡ് മൂവിംഗ് ടു ദ നെക്സ്റ്റ്. അടുത്തത് ഹാസ്യ നടൻ്റെ അവാർഡ് പ്രഖ്യാപനമാണ്. അതിൻ്റെ നാമകരണം ചെയ്തിട്ടുള്ളത് എൻ്റെ ഗുരുനാഥൻ്റെ പേര് തന്നെയാണ്, ശ്രീ ഇന്നസെൻ്റെ പേരിലാണ് ഹാസ്യ നടനുള്ള അവാർഡ് നമ്മൾ നൽകുന്ന. അമ്മയുടെ ഏറ്റവും കൂടുതൽ കാലത്ത് 18 വർഷം അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ആൾ കൂടിയാണ്. ഏതായാലും അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് പ്രിയങ്കയെ തന്നെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഹൈദരലി ഇങ്ങനെ വലിയൊരു ചടങ്ങ് നടത്തുന്നതിൽ നമ്മളെയൊക്കെ വിളിച്ചതിൽ വളരെ സന്തോഷം. അലിയെ എനിക്ക് കുറേ നാൾ മുമ്പ് തന്നെ അറിയാം. ഒരു ചെറിയപ്പം എന്തറിയോ, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ വെള്ളം പോലും കഴിക്കാത്ത ഞാൻ ആദ്യമായിട്ടാണ് അടിക്കാതെ നിന്ന് ആടി നിന്ന് സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു കഴിവും കൂടെ എന്തായാലും അലിക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഞാനും അലിയും കൂടെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഇതിൽ വരുന്നതിന് മുമ്പ്. അന്ന് തൊട്ടുള്ള ഒരു പരിചയമാണ്, ഒരു കുടുംബ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ചടങ്ങ് ഇതുപോലെ ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അലിക്ക് എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി വിളിച്ചതിലും വളരെ സന്തോഷം. ഇതിൻ്റെയൊക്കെ നെടുന്നുണ്ടായി നമ്മളൊക്കെ ബാബുചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായി. ഞാൻ അമ്മയിൽ വന്നത് 30 വർഷമാണ്. ബാബുചേട്ടൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ ഇത്രയും വർഷം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബുരാജും ടിനിയും കൈലാഷും എല്ലാവരും കൂടി ഇപ്പോൾ അമ്മയിൽ നെടുന്നുണ്ടായി തന്നെ നിൽക്കുന്നുണ്ട്.
അവരുടെ എല്ലാവരുടെയും ശക്തമായ മുന്നേറ്റം തന്നെയാണ് അമ്മയെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവിധ എന്ത് കാര്യങ്ങൾക്കും നമ്മളും കൂടെ ഉണ്ടാവും. എന്തായാലും ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണ്. ഹാസ്യനടൻ, മികച്ച ഹാസ്യനടൻ ഷറഫുദ്ദീൻ പടക്കളം, സുരാജ് വെഞ്ഞാറമോട് പടക്കളം, സംഗീത് പ്രതാപ് ഹൃദയപൂർവം, ചന്തു സലീം കുമാർ ലോക, ലാൽ ഓടുംകുതിര ചാടുംകുതിര. അടുത്ത ഒരു അവാർഡ് കൂടി പ്രിയങ്ക പ്രഖ്യാപിക്കും. ഗായകന്റെ അവാർഡാണ്. ഗായകൻ ഏറ്റവും മികച്ച ഗായകന് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ള പി ജയചന്ദ്രന്റെ പേരാണ്. നമ്മൾ എന്നിട്ട് ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയാണ് ജയേട്ടനും, ഇന്നസെന്റ് ഏട്ടനും ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയാണ്. അതൊരു പ്രഖ്യാപിക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എനിക്കും അതുപോലെ തന്നെ വലിയൊരു ഭാഗ്യമാണ് രണ്ടുപേരും അവാർഡ് പ്രഖ്യാപിക്കുന്നത്. നോമിനേഷൻ: മികച്ച ഗായകൻ സിദ്ധ് ശ്രീറാം, മിന്നൽവള, നരിവേട്ട, MG ശ്രീകുമാർ, കൺമണി പൂവേ, തുടരും, ശ്രീഹരി കെ നായർ, തക്കത്തിലെ അഭിലാഷം, ഗോകുൽ ഗോപകുമാർ, മിഴിയോരം, തുടരും, സായ് അഭ്യശങ്കർ, ജാലക്കാരി, മൾട്ടി. Thank you very much, Priyanka Chishi. And moving to the next. അടുത്തത് നമ്മൾ ഗായികയുടെ അവാർഡാണ്. ഗായികയുടെ അവാർഡിന് നാമകരണം ചെയ്തിട്ടുള്ളത് വാണി ജയറാമിൻ്റെ പേരാണ്. ഒരുപാട് നല്ല മലയാള സിനിമയ്ക്ക് ഗാനങ്ങൾ നൽകിയിട്ടുള്ള ആളാണ് വാണി ജയറാം. ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് നോമിനേഷൻ പ്രഖ്യാപിക്കുന്ന ഗീതയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഗീത വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഗീതി സംഗീത് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ഇവിടെ ഏറ്റവും ബഹുമാന്യരായ ഒട്ടേറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. മീഡിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷം. അലിക, നിങ്ങളുടെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും. നോമിനേഷൻ പ്ലീസ്. മികച്ച ഗായിക വാണി ജയറാമിന്റെ പേരിലാണ്. വാണി ജയറാമിന്റെ പേരിലുള്ള മികച്ച ഗായിക നോമിനേഷൻ വന്നിരിക്കുന്നത് KS ചിത്രാമ്മയാണ്. നെഞ്ചിൽ പണ്ടേ എന്ന് പറഞ്ഞ സോങ് ആണ്. ജ്യോതി നൂറ, സിന്ധു ഡെൽസൺ, നിലാക്കായും വെളിച്ചം, ശക്തി ശ്രീ ഗോപാലൻ, പുതുമഴ വീണ സർവമായുള്ള സോങ് ആണ്. ചിന്മയി ശ്രീപദ, ചിരിതൊട്ട്, അതും സർവമായുള്ള സോങ് ആണ്. അപ്പോൾ എല്ലാവർക്കും ആശംസ. Thank you very much, Giri. And moving to the next. 17ാമത്തെ അവാർഡ് ബാലതാരത്തിൻ്റെയാണ്. ബാലതാരത്തിന് നമ്മൾ പേര് നാമകരണം ചെയ്തിട്ടുള്ളത് തരുണി സച്ദേവ്. തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലെ നായിക കുട്ടിയായിട്ട് അഭിനയിച്ചു. തരുണിയുടെ പേരിലാണ് നമ്മൾ ആ ബാലതാരം മരിച്ചു. ഫ്ലൈറ്റ് അപകടത്തിലാണ് മരിച്ചത്. അവാർഡ് പ്രഖ്യാപിക്കാൻ നിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിയ പ്ലീസ്. മികച്ച ബാലതാരത്തിന്റെ നോമിനേഷൻസ് അനൗൺസ് ചെയ്യാനായി would like to welcome Nia on stage. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികൾക്കൊപ്പം ഈ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ. അതോടൊപ്പം തന്നെ ഹൈദരക്കയ്ക്ക് ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇടവേള ബാബുചേട്ടനാണെങ്കിലും എൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മേഖലൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും ഓരോ പരിപാടിയുടെയും ഭാഗമായിട്ട് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ടിനിച്ചേട്ടൻ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് 916 എന്നൊരു സിനിമ, 916 കുഞ്ഞുട്ടൻ എന്നൊരു സിനിമ ചെയ്തിരുന്നു. അതുപോലെ നാദിർ ഷേഖാർ, സോഹൻ ചേട്ടൻ, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്ന എല്ലാവരുടെയും ഒപ്പം ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു അവാർഡിൻ്റെ നോമിനി പ്രഖ്യാപനം എന്നെ സംബന്ധിച്ചിട്ട് ലൈഫിൽ ആദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷം. മികച്ച ബാലതാരം തരുണിയുടെ പേരിലാണ്. ദുർഗ സി വിനോദ്, നീലി, ലോക എന്ന ചിത്രത്തിൽ, പിന്നെ ഓർഹാൻ ഹൈദർ, ജെപ്പു, ഇസിൻ ഹാഷ്, ഐഡന്റിറ്റി. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. Thank you, Nia. Thank you very much. എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. നോമിനേഷന്റെ ഫോറം വാങ്ങിച്ച് എല്ലാവരും പൂരിപ്പിച്ച് നിങ്ങളുടെ വോട്ടുകൾ ഇവിടെ വെച്ച് രേഖപ്പെടുത്തണം. അതും ഏറെ സന്തോഷമാണ്.
പണ്ടേ പോലെ മരിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാനൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാനൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. ഉത്തരാടങ്കാലിലെ വിട്ടുവെള്ളം തുടങ്ങുമ്പോ പാട്ടും പാടടി കഥകർത്തി അതികൂടെ നടത്തിൻ്റെ നീലകണ്ണു കുടിക്കുമ്പോ പഴകഥ പറയടി
ബാക്കിയുള്ള പരിപാടികൾ അല്ല വച്ചോട്ടെ, ഇനി നമ്മൾ ഒരു 2 കാര്യം കൂടെ, എൻ്റെ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് നമുക്കിവിടെ ഒരു ആദരവ് കൊടുക്കാനുണ്ട്. നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു ഉദ്ഘാടനമുണ്ട്. മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ വിളിക്കേണ്ടത് ആദ്യമായിട്ട് എനിക്ക് സംഭവിച്ചൊന്നും ഒരു പരിപാടി കേട്ടോ. ഈ ഷിപ്പിൽ വന്നപ്പോൾ ഞാൻ ആരും പോകില്ലെന്ന് ഓർത്തു. ഇത് ഇവിടുന്ന് ഓട്ടമാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് സങ്കടം. ഇനി ഇമാരെ ഫ്ലൈറ്റിൽ കൊണ്ടായാൽ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് ആടുമെന്നാണ് ഇനി പേടി. അപ്പം നമ്മുടെ നിയാസ് എവിടെ? നീലക്കുയിലെ കണ്ടില്ലോ. ഞാൻ അവനെ എപ്പോഴും അനൗൺസ് ചെയ്യും. നിയാസ് എവിടെ? ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പം നമുക്ക് 2 നമ്മുടെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇതിൻ്റെ വോട്ടിംഗ് ഇപ്പം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൻ്റെ വോട്ടിംഗ് നമ്മളിപ്പം തൃശ്ശൂർ കലോത്സവത്തിന് തുടങ്ങി. ഇനി നമ്മളൊരു വാഹനത്തിൽ യാത്ര ആരംഭിക്കുകയാണ്. തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെയാണ് യാത്ര. എല്ലാ കോളേജുകളും സിറ്റികളും ചേർന്ന് നമ്മൾ പബ്ലിക് വോട്ടിംഗ് ആരംഭിക്കുകയാണ് ഉടൻ തന്നെ. അതോടൊപ്പം തന്നെ നമ്മൾ വെബ്സൈറ്റിൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും വോട്ടിംഗ് ചെയ്യാനുള്ള ഇതാണ്. അത് 2 ദിവസം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. അതിൻ്റെ ഈ വെബ്സൈറ്റ് ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ 2 ജൂറി അംഗങ്ങളെയാണ് ഇവിടെ ക്ഷണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസർ ഡാർവിൻ ചേട്ടനെയും നമ്മൾ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എനിക്കൊരു സന്തോഷം തോന്നിയത് ഹൈദരാബാദിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് വെള്ളം കുടിക്കണണ്ട. ജീവിതത്തിൽ ഒരുപാട് പത്രസമ്മേളനം നടത്തിയാളാ ഞാൻ. അപ്പൊ എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കി. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ ആ വെബ്സൈറ്റിന്റെ നമ്മളൊരു 3 കൗണ്ടിങ് ആണ്. ആ കൗണ്ടിങ്ങിൽ ഇത് നിങ്ങൾ പ്രഖ്യാപിച്ചായിട്ട് നമ്മൾ വയ്ക്കാം. നിങ്ങൾ സൈഡിൽ നിന്നൊന്ന് ഒന്ന് കൗണ്ട് ആരെങ്കിലും പറയുമോ? കൗണ്ട് പറയാൻ നല്ലത് ഡാർവിൻ സാറാണ്. ഡാർവിൻ സാറാകുമ്പോൾ തെറ്റൂല. ഓക്കെ, ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ ഏറ്റു. സോ 3, 2, 1. ഓക്കെ, നൗ 0. ഇതാണ് ഹോം പേജ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ വോട്ടിംഗ് ആരംഭിക്കും. ആ വോട്ടിംഗ് കൃത്യമായിട്ട് ആളുകൾക്ക് കാണാവുന്ന നിലയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. 1000 വോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വോട്ടുകൾ ഒരാൾക്ക് ലഭിച്ചു എന്ന് കൃത്യമായിട്ട് കാണാവുന്ന എല്ലാ കാറ്റഗറിയിലും നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഒരു വോട്ട് ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വോട്ട് ചെയ്യാൻ പറ്റില്ല. അത് അടുത്ത കാറ്റഗറിയിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്ന നിലയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ ഒരു ഓൺലൈൻ ചാനൽ ഇത്ര വലിയ ഒരു അവാർഡ് നടത്തുന്ന എന്നൊരു അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. ഇതൊരു വലിയ സംരംഭമാകുന്ന നിലയിലേക്കാണ് ഈ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ കൊണ്ടുവരിക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. ഒന്ന് മാനുവലായിട്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ആദരവ് നമ്മൾ നൽകാനുണ്ട്. അതൊന്ന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമുക്കൊരു ആദരവുണ്ട്. വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത 3 പേർക്കും നന്ദി അറിയിക്കുന്നു. വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 2025 മികച്ച സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹനായ ബഹുമാനനായ സബ് ഇൻസ്പെക്ടർ ശ്രീ ഷാജി സാറിനാണ്. ശ്രീ ഷാജി EM അദ്ദേഹത്തിന് വൺസ് ടോക്സിന്റെ ഒരു സ്നേഹാദരവ് ഇവിടെ നൽകുകയാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കുന്നു. അല്ല, ഇതിനെക്കുറിച്ച് നമുക്ക് തിരിഞ്ഞു വിളിക്കാൻ വേണ്ട, ഷായി സാർ ഒന്ന് നിൽക്കണം. കാരണം ഷായി സാറുമായിട്ടുള്ള ഞങ്ങളുടെ അടുപ്പം എൻ്റെ ബന്ധു കൂടിയാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഷായി സാറിനെ കാണുന്നത്. എൻ്റെ ബന്ധുവാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നിവിടെ ഉണ്ട് അലി, എൻ്റെ ശിഷ്യനായ ക്യാമറമാൻ അലി ഉണ്ട്. അലിയുടെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ്. അങ്ങനെ ഒത്തിരി ബന്ധം. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഉസ്മാനൊക്കെ ആയിട്ട് കണ്ടപ്പം ഇദ്ദേഹമായിട്ടുള്ള ബന്ധം, നമ്മുടെ സിനിമാക്കാർക്ക് എല്ലാവർക്കും ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ നിന്നും ഒരു അവാർഡ് വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ ആദരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ സ്ഥലത്തും ആദരവ് നൽകി. പക്ഷെ നമുക്കൊരു
വേദി ഇപ്പോഴാണ് ലഭിച്ചത്. അതുകൊണ്ട് ആദ്യമായിട്ടൊന്ന് ക്ഷമ ചോദിക്കാണ് ഇത്രയും വൈകിയത്. ഷായി സാറെ, എനിക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. നിഷിയും വേദിയിലേക്ക് വരണം. ഇവര് തമ്മിലുള്ള ബന്ധം കൂടെ പറയണല്ലോ. ഷാജി സാറിന് തന്നെ വിളിച്ചോളാം. പക്ഷേ ഞാൻ എടാ ഇവനൊക്കെയാണ് വിളിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് ആൽബർട്സിൽ പഠിച്ചവരാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു മെഡൽ കിട്ടുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് പറമ്പിൽ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ള അവർക്ക് പോലീസ് മെഡൽ. സല്യൂട്ട് യു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അഭിമാനിക്കാവുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണിത്. നിഷി രണ്ടു വാക്ക് പറയണം. കാരണം ആൽബർട്സിൽ മുറ്റത്ത് കളിച്ചിട്ടുള്ള ഹലോ എന്താ പറഞ്ഞതെന്നറിയില്ല. ഷാജി എന്താണ് ഇത്ര കുട്ടപ്പനായിട്ട് വന്നത്? ഈ ബോട്ടിൽ പോലീസ് എന്തെങ്കിലും പിടിക്കുമ്പോൾ എനിക്ക് വിളിക്കാൻ പുറത്തൊരാൾ വേണം. അതാണ് ഷാജി. അപ്പൊ ഷാജി ഇതിന്റെ ഉള്ളിൽ എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴാണ് ഇത് കാര്യം പിടിയിട്ട്. എന്തായാലും അങ്ങനെ ഒരു ആദരവ് ഇതിൻ്റെ അകത്ത് ഷാജിക്ക് കൊടുക്കാൻ പറ്റിയത് ശരിക്കും ഹൃദയപൂർവ്വം. എനിക്കും എന്നെ ആരെങ്കിലും വിളിക്കുമോ? വിളിക്കാണ്ട് ഞാൻ എങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറും? എൻ്റെ ബോട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു പ്രശ്നം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ടിനിക്ക് എൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാം. ശരിക്കും ഒരു ഭയങ്കര ബന്ധമാണ് ടിനിയും. അതേപോലെ തന്നെ ഹൈദരാലി ബായിയൊക്കെ നമ്മുടെ ഷാനുവാണ് എന്നെ പരിചയപ്പെടുത്തുന്ന പോഞ്ഞിക്കര കുസീഞ്ഞ വെറും ഒരു 30,000 രൂപ ഉണ്ടായിരുന്നപ്പോൾ പൂട്ടി പോകണമെന്നുള്ളൊരു അവസരം വന്നപ്പോൾ ഒരു ഷാനു വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ഇത് പൂട്ടി പോകില്ല എന്ന് ചോദിച്ചു. ആ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ 1,50,00,000 രൂപ വരെ ഒരു മാസം കവർ ചെയ്ത് ഇന്ന് ഒരു ഗംഭീര ഒരു കാര്യം പറയാം. ഒരു കാര്യം ഇവിടെ പറയാം. ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എയർപോർട്ടിൽ ഞങ്ങൾ തുടങ്ങുകയാണ്. 13,000 സ്ക്വയർ ഫീറ്റിൻ്റെ പൊഞ്ഞിക്കര കുസീഞ്ഞ. എന്തായാലും ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ടിനി പറഞ്ഞ പോലെ അമ്മക്ക് ചെറിയ ചെറിയ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ആൾക്കാർക്ക് ഭക്ഷണം കൂടെ കൊടുത്ത് നമ്മുടെ പരിപാടിക്ക് ഒരു ഭക്ഷണം വിളമ്പണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് ഞങ്ങൾ ആയിട്ടില്ല. ആകുമ്പോൾ പറഞ്ഞോളാം. ഇപ്പം ഞങ്ങൾ ആയിട്ടില്ല. ഞങ്ങൾ അതിന്റെ ഇതിലാണ്. ഞങ്ങളുടെ പാർട്ട്ണർ മാഹിനും ബിനു എല്ലാം ഇവിടെ ഉണ്ട്. ഷാനു ഒക്കെ ഞങ്ങൾ 4 പാർട്ട്നേഴ്സാണ് പൊഞ്ഞിക്കര കുസീഞ്ഞ. ഒത്തിരി നന്ദി, താങ്ക് യു. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ഷാജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷാജി എല്ലാ കാര്യത്തിനും ആൽബർട്സിൽ പഠിക്കുമ്പോഴും എല്ലാ ബന്ധങ്ങളും വളരെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ ബാബുരാജ് ഇപ്പം എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ പറഞ്ഞു ആൽബർട്സ് കോളേജിലെ യൂത്ത് കോൺഗ്രസ് ഹൗസിലെ ബാബുരാജ് ഒരു മെമ്പറാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. അത്ര അങ്ങനത്തെ കുറെ കുടുംബാംഗങ്ങളെ പോലെയുള്ള ആൾക്കാരെല്ലാം ഈ വെസലിൽ ഉണ്ടായത് വളരെ സന്തോഷം. ഇതേപോലത്തെ ഒരു പരിപാടി നമുക്ക് ഇതിനകത്ത് നടത്താൻ പറ്റിയതിന് വളരെ സന്തോഷം. പിന്നെ നാദർഷഭായി ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ആ പടം സൂപ്പർ ഹിറ്റ് ആകുമെന്ന്. ഞങ്ങളൊരു വണ്ടിയിൽ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ പോയിരുന്നു. ഫസ്റ്റ് പടം അമർ അക്ബർ അന്തോണി, ആ പടത്തിന് സൂപ്പർ ഹിറ്റ് ആകുമെന്ന് പറഞ്ഞു. കാരണം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണല്ലോ. ഇവരൊക്കെ ഉണ്ടായില്ലെങ്കിൽ ഇത് ഇങ്ങനെ സിനിമ ഇൻഡസ്ട്രി ഉണ്ടാവില്ല. അതേപോലെ ഈ ക്രൂസിൻ്റെ അകത്ത് അത്ര ഡെഡിക്കേറ്റഡ് ആണ് ഞാൻ. അപ്പോൾ എനിക്കും ഇത് ഉണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറപ്പ് വിശ്വാസമാണ്. വീട്ടിലിരുന്ന് ഭാര്യ അമ്മയൊക്കെ പ്രാർത്ഥിച്ചാൽ കൂടെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഉണ്ടാവും. കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. അതേപോലെ നമ്മുടെ ഫുഡ് കൗണ്ടറൊക്കെ നമ്മൾ 5 മിനിറ്റ് സ്റ്റാർട്ട് ആവും. ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാവും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ലാഗായി പോയി, മീൻസ് സമയം വൈകിപ്പോയി. നമ്മൾ അവിടെ നിന്ന് വിടാൻ ഒരു 3/4 മണിക്കൂർ ലേറ്റ് ആയി. അതുകൊണ്ടാണ് ഈ പറ്റിയത് അല്ലേ. എന്തായാലും സമയം വൈകിയാലും അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന KSV-കാരും ഇത് കട്ട SFI-കാരന് അങ്ങനെ ഒരുമിച്ച് സമരം ചെയ്ത് ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ല. അത് ഒരുമിച്ച് നിൽക്കാൻ വീണ്ടും അവസരം കിട്ടിയിരിക്കുക. ആൽബർട്സിന്റെ മുറ്റത്ത് സമരം ചെയ്തും കളിച്ചും ഇടിയുണ്ടാക്കിയിട്ടും അത് ഒരിക്കലും മറക്കാനാവാത്ത മൊമെന്റ് ആണിത്. ഞങ്ങൾ 3 പേരും കൂടി നിൽക്കുന്നത് മറ്റൊന്നുമല്ല. നമുക്ക് ഷായി സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരും ചേർന്നാണ് ആദരിക്കുന്നത്. കൈലാഷ്, നാദർഷാക്ക, സോഹൻ, ജിബു ജേക്കബ് സാർ, എല്ലാവരും ഒന്ന് വരണം പ്ലീസ്. പൊന്നിക്കരയിലെ ബിനു ഒന്ന് വരണം, ഡാർവിൻ ചേട്ടൻ ഒന്ന് വരണം, മാഹി, സുധീർ ചേട്ടൻ, നമ്മളെല്ലാവരും ചേർത്താണ് അത്. ഉസ്മാൻ ഒന്ന് എന്തായാലും വരണം. ഉസ്മാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഉസ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷായി സാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടിയാണ് ഇത് കൊടുക്കുന്നത് എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഉസ്മാനെ ചേർന്ന് നിൽക്കണം. എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഒരു വലിയ ഒരു നല്ലൊരു ഫോട്ടോ ഫോട്ടോയ്ക്ക് ഷാനി പറഞ്ഞാൽ എങ്ങനെ നിൽക്കണം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാവുന്ന നിൽക്കാം കേട്ടോ. ഷാനി ഓക്കെ ആണെങ്കിൽ പറയണം. താങ്ക് യു ഷായി സാർ, ഒത്തിരി സന്തോഷം. ഷായി സാറെ, വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ആൻഡ് ഇനിയും ഷായി സാറെ ചെക്ക് ഒരാളും കൂടി ഇട്ടാ. ഞങ്ങൾ ഒരു ബെഞ്ച്മേറ്റ് ആണ് വിനു, നിഷിയുടെ പാർട്ട്ണറാണ്. ഇവനായിരുന്നു. ഞാൻ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ്. പക്ഷെ ഞാൻ പൊക്കം വെച്ച് എനിക്ക് ഭാഗ്യം കിട്ടി. നീ എപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പൊ വിനുവും കൂടി ഇട്ട് ഞങ്ങളെല്ലാം ബെഞ്ച്മേറ്റ്സ് ആണ് കേട്ടോ. ഇത്രയും
മനോഹരമായ ഒരു ചടങ്ങിൽ ഇങ്ങനൊരു അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചൊരു സമയമായിട്ട് ഞാൻ കരുതുന്നു. ഞാനിവിടെ വരുന്നപ്പോൾ തന്നെ ടിനി ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരു ഞെട്ടലുണ്ടായിരുന്നു. വെറുതെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ചിരി മൊത്തത്തിൽ കേൾക്കാമായിരുന്നു. ഒരു മൈക്കും കൂടെ കൈ കിട്ടിയേ പറയണ്ടല്ല. കുറേ അടിയെല്ലാം കൊണ്ടിട്ടാണ് രാഷ്ട്രീയക്കാരനായിട്ട് നടന്നിട്ട് ഇപ്പം ഈ കലാകാരനായതുകൊണ്ട് രക്ഷപ്പെട്ടതാ. അതല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും കേസുവിൻ്റെ അടി കൊണ്ടൊരു യൂത്ത് ഓഫീസറിനായിട്ട് നടന്നേനെ. ഇപ്പം യൂത്ത് വിട്ട് കളിക്കൂല. പിന്നെ എനിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ബാബു സാറിനും നാദിർഷ സാറുണ്ട്. ഇവരെല്ലാം കൂടെ നിന്ന് ഒരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞത് വളരെ ഒരു സംതൃപ്തിയുള്ള നിമിഷമാണ്. എൻ്റെ ഹൈദരലി, ഉസ്മാൻ, ഇവരാണ് ഈ ഒരു അവാർഡിന് ഇവിടെ എൻ്റെ കൂടെ കിട്ടിയ 12 പേരിലും എന്നെ മാത്രം ഇവിടെ ഈ ഒരു അവാർഡ് ക്ഷണിച്ചത് എനിക്ക് ഇവരോടുള്ള അടുപ്പം കൊണ്ട് തന്നെയാണ്. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മീഡിയയിലെല്ലാം എല്ലാവരെയും പൊളിച്ചെടുക്കുന്നത് കണ്ട് ഞാനും ഞെട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് എനിക്കെന്താണ് ഇവിടെ കാര്യമെന്ന് തോന്നി. പക്ഷേ ഇവിടെ ടിനിയും നിഷിയും അവരെല്ലാവരും കണ്ടപ്പോൾ ഒരു അംഗമായിട്ട് തന്നെ തോന്നി. ഈ നിഷീനെ കുറിച്ച് 2 വാക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നിഷി വളർന്നു വന്ന കാലം തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ, പോലീസിലും അല്ലാതെ എല്ലാം. അതെല്ലാവരുടെ അടുത്തും പറയുന്ന നിഷിക്ക് യാതൊരു മടിയില്ല. അത്രയും താഴെ നിന്ന് വളരെ മനോഹരമായിട്ടൊരു നിലയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നിഷിയെ കണ്ടു പഠിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഒരു 1-2 ടോക്സിന് എനിക്കൊരു അവാർഡ് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ബാബുരാജ്, അദ്ദേഹം നമ്മുടെ സീനിയർ ആയിരുന്നു, ഹോക്കി പ്ലെയർ ആണ്, ഗോൾ കീപ്പർ ആയിരുന്നു. അദ്ദേഹത്തിന് അറിയുമെന്നറിയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരെല്ലാം കൂടെ നിന്നൊരു അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നന്ദി. താങ്ക് യു വെരി മച്ച്. എന്തായാലും നമ്മുടെ ഔദ്യോഗികമായ ഫംഗ്ഷൻ അവസാനിക്കുകയാണ്. അപ്പം വേറെ ഒന്നുമില്ല, ഒറ്റ വാക്കിൽ നന്ദി എന്നുള്ളതാണ് ഇതിനകത്ത്. ഒറ്റ വാക്കിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇനി ഇതിന്റെ സക്സസ് ദൈവം അനുഗ്രഹിച്ചാൽ ഞങ്ങളുടെ ആഗ്രഹം ഒരു ഫ്ലൈറ്റിൽ വെച്ച് ഡിക്ലെയർ ചെയ്യാനാണ്. അതിന് നിങ്ങളുണ്ടാകണം, പ്രാർത്ഥിക്കണം, കൂടെ ഉണ്ടാകണം. കൂടെ നിന്നവർക്കും വരാമെന്ന് സംഭവിച്ചെന്ന് വരാൻ എത്താത്തവർക്കും ഒരുപാട് നന്ദി പറഞ്ഞ് ഈ ഷിപ്പും നമ്മുടെ ഫുഡും എല്ലാം നമുക്ക് കൃത്യമായി തന്ന് നമ്മളോടൊപ്പം നിൽക്കുന്ന എൻ്റെ ഷിബായിക്ക് ഒത്തിരി സ്നേഹത്തിന്റെ വാക്കിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്പോൺസർമാരെ ഞാൻ ഒന്നും കൂടെ ഓർമ്മ, മൈജിയാണ് നമ്മുടെ സ്പോൺസർ. അതോടൊപ്പം തന്നെ ഡി ഗ്രൂപ്പാണ് നമ്മുടെ സ്പോൺസർ. അതോടൊപ്പം തന്നെ അല്ലസാർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തൊടുപുഴ നമ്മുടെ സ്പോൺസർഷിപ്പാണ്. ഇനിയും പ്രോഗ്രാമിന് സ്പോൺസർഷിപ്പ് വരുന്നുണ്ട്. പറഞ്ഞതുപോലെ ഏപ്രിൽ 14-ാം തീയതി എന്നാണ് നമ്മുടെ മനസ്സിലെ ഐഡിയ. ഈ അവാർഡ് ഫംഗ്ഷൻ വലിയ ഒരു ഷോയാക്കി മാറ്റാൻ നിങ്ങൾ കൂടെ ഉണ്ടാകണം. പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം.